പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസനെ കർത്താവ് സന്തോഷമായിരിക്കുന്നുവോ? ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. കാഴ്ചശക്തി ഇല്ലെങ്കിലും കർത്താവ് കരം പിടിച്ച് നടത്തുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാട്ടെ. എവിടെ നിന്നാണ് വന്നേക്കുന്നത്? അതൊക്കെ വീട്ടിൽ. ഞാൻ കൃഷ്ണകുമാർ, ചെങ്ങന്നൂർ ചെറിയനാട് നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാനൊരു ചെറിയ എളിയ പ്രവർത്തകനാണ്, സുവിശേഷ പ്രവർത്തനാണ്. ബ്ലസ് വോയിസ് ബ്രെയിലി ലെറ്റർ ഇവാഞ്ചലിസം സർവീസ് ഫോർ ദ സൈറ്റ്ലെസ് എന്ന് പറയുന്ന മിനിസ്ട്രിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അത് വിശദമായിട്ട് ഞാൻ പിന്നെ പറയാം. എനിക്ക് 2 കുട്ടികളുണ്ട്. ഷൈൻ കെ കുമാർ മോൻ പൗരഷൻ ചാനലിലെ എഞ്ചിനീയർ ആയിരുന്നു, സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു. അതുപോലെ മോൾ ഗ്രേസ് കെ കുമാർ ഉമ്മളിയിലെ മാരേജ് ചെയ്ത് വെച്ച് വിട്ടു. 2 പേരും കല്യാണം കഴിച്ചു. ഞാൻ മോന്റെ കൂടെയാണ് താമസിക്കുന്നത്. എൻ്റെ ഭാര്യ കഴിഞ്ഞ 2 വർഷം മുമ്പ് ജെസി കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെട്ടു. ഞാൻ സന്തോഷമുള്ളവനായിരിക്കുന്നു. ഇതാണ് എന്നെ ആമുഖമായി പരിചയപ്പെടുത്താൻ ഇത്രയേ ഉള്ളൂ. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. എത്രത്തോളം നാളുകൾ കർത്താവ് നടത്തിയല്ലോ. കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നപ്പാ, സ്തുതിക്കുന്നപ്പാ. നിങ്ങളുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെയുള്ളതിനായി സ്തോത്രം. പ്രിയ ദൈവദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തന്റെ ജീവിതാനുഭവം ഷെയർ ചെയ്യുവാനുള്ള എല്ലാ കൃപയും കർത്താവ് കൊടുത്താട്ട് കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നമ്മുടെ സാന്നിധ്യത്തിലൂടെ ഞങ്ങളെ ഇരുത്തിയാട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഓക്കെ, ഇനിയുള്ള സമയം ഞാൻ ദേവദാസന് നൽകി തരികയാണ്. ജീവിതത്തിലെ അനുഭവത്തെ ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, വെൽക്കം. താങ്ക് യു സോ മച്ച്. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ ഈ നല്ല സായാഹ്നത്തിൽ ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന ദൈവത്തിനും അത് ഒരുക്കി തന്ന ജോയിസ് TV ചാനൽ പ്രവർത്തകരായ പാസ്റ്റർ, ബഹുമാനപ്പെട്ട മാഡം, എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എന്നെ ജോയിൻ ചെയ്യാനായിട്ട് സഹായിച്ചത്, എന്നെ പരിചയപ്പെടുത്തിയത് റാന്നിയിലുള്ള ഒരു മറിയാമ്മ ടീച്ചറാണ്. ടീച്ചറിന് എന്നെ അറിയാം. എന്നെ പറയാം, സാറേ ഞാൻ സാറിനെ പരിചയപ്പെടുത്തുന്നുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. അങ്ങനെ ടീച്ചറാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എനിക്ക് തോന്നുന്നു TV ചാനലിന് എന്നെ നല്ല പരിചയമില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പരിചയപ്പെടുത്തിയെന്ന് എനിക്കറിയാം. ഞാനൊരു കലാകാരൻ, മ്യൂസിക് ടീച്ചർ, സോഷ്യൽ വർക്കർ, ഗോസ്പൽ വർക്കർ എന്നൊക്കെയുള്ള ഒരു സംഗതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് തന്ന പരിമിതിയിൽ സ്വാധീനത ഉപയോഗിച്ച് സുവിശേഷ പ്രവർത്തനവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്നെ മിക്കവാറും കേരളത്തിലുള്ളവർക്കും ഇതുപോലെ ഒത്തിരി TV ചാനലിന് എൻ്റെ സാക്ഷ്യം വന്നിട്ടുണ്ട്. അവർക്കെല്ലാം അറിയാം. പല ചാനലിലും നമ്മുടെ പ്രൊഫഷണൽ ചാനലിലൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നു ഇവിടെ ജോയിസ് TV ചാനലുകാർക്ക് എന്നെ കാര്യമായിട്ട് അറിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ പരിചയപ്പെട്ടത് തോന്നുന്നു. എന്തായാലും എന്നെ അറിയില്ലെങ്കിൽ പോലും എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു സമയം, എന്നെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ ഇങ്ങനെ ഒരു സമയം അനുവദിച്ചു തരാൻ ബഹുമാനപ്പെട്ട പാസ്റ്റർക്കും മാഡത്തിനും കഴിഞ്ഞതിൽ ഞാൻ സന്തോഷമുള്ളവരാണ്. ഞാൻ വലിയ ആമുഖം പറഞ്ഞ് സമയം കളയാതെ എൻ്റെ സാക്ഷ്യത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് കൃഷ്ണകുമാർ. എൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഞാൻ ഏത് സാമൂഹിക പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എന്നെ മാഡം പരിചയപ്പെടുത്തി ഒരു കാഴ്ചയില്ലാത്തയാളാണെന്ന് മനസ്സിലാക്കി പരിചയപ്പെടുത്തി. ഞാനൊരു കാഴ്ചയില്ലാത്ത ആൾ തന്നെയാണ്. ടോട്ടലി സൈറ്റ്ലെസ് ആണ് ഞാൻ. എൻ്റെ 7 വയസ്സ് പ്രായമുള്ളപ്പോൾ പൂർണ്ണമായി എൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതാണ്. ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വന്തം മുഖങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. വാനിൽ പറക്കുന്ന പർവ്വജാതികളെ, സസ്യലതാദികളെ, സൂര്യചന്ദ്രാദികളെ, നക്ഷത്രങ്ങളെ, മെർക്കുറി ലാമ്പ്, മെഴുകുതിരി ലാമ്പ് തുടങ്ങിയ വെളിച്ചങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പേര് കൃഷ്ണകുമാർ. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർത്തപ്പെട്ടവനാണ്.
സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും കലയ്ക്കും വിദ്യാഭ്യാസത്തിനും ഐശ്വര്യത്തിനും നന്മയ്ക്കും ഒക്കെ വ്യത്യസ്തങ്ങളായ ദേവന്മാരും ദേവസമൂഹങ്ങളൊക്കെ ഉള്ള ഒരു പശ്ചാത്തലത്തിൽപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. ഏതാണ്ട് 7 വയസ്സ് വരെ സമൃദ്ധിയായിട്ട് ജീവിച്ചു. ഞങ്ങൾ മാവേലിക്കരക്കാരാണ്. എൻ്റെ പിതാവ് ആദ്യം MSPയിൽ മലബാർ സ്പെഷ്യൽ പോലീസിൽ ജോലി ചെയ്തു. ആ ഡിപ്പാർട്ട്മെന്റ് താല്പര്യമില്ലാതുകൊണ്ട് മൈസൂർ ഇറിഗേഷനിലേക്ക് പോയി. അങ്ങനെ മൈസൂർ ജോലി ചെയ്തു. അതിനുശേഷം ഹൈറേഞ്ചിൽ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ ടീ എസ്റ്റേറ്റിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ട് വന്നു. അങ്ങനെ ഞങ്ങളുടെ മാവേലിക്കലുള്ള അച്ഛൻ്റെയും മറ്റ് സ്വത്തും ഒക്കെ മറ്റുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. നല്ലൊരു ശതമാനം സ്വത്ത് അച്ഛൻ ജോലി ചെയ്ത് സമ്പാദിച്ചിരുന്നു. അങ്ങനെ ഹൈറേഞ്ചിൽ പോയി ഒത്തിരി സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടി. അവിടെ ഇവിടങ്ങളായ സ്ഥലപ്പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നല്ല ഒരു സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബത്തിലെ ആളായിരുന്നു ഞാൻ അവസാനമായി കണ്ട കാഴ്ച ഓർക്കുന്നത്, ഞങ്ങൾക്ക് പലയിടങ്ങളിൽ വസ്തുവകകളുണ്ട്, പലയിടങ്ങളിലും ഉണ്ട്. അപ്പൊ ഒരു സ്ഥലത്ത് തന്നെ കൃഷി കാര്യങ്ങൾ നോക്കാനായിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഞാൻ പോയി. അന്നാണ് ഞാൻ അവസാനമായി കണ്ട കാര്യം ഞാൻ ഓർക്കുന്നത്. ആദ്യം ഞാൻ അവരുടെ മുമ്പിലോടും, പിന്നെ അവരുടെ പിൻപിലോടും, അങ്ങനെ ഓടിച്ചാടി കളിച്ച ആ പ്രദേശത്തെത്തിയപ്പോൾ അവിടെ വലിയൊരു ഉത്സവം പോലെയായിരുന്നു. ഒരു പകൽ സമയത്ത് ഒത്തിരി ആളുകൾ നിന്ന് കപ്പ പറിച്ച് വാട്ടുന്നു, ചെത്തി അരിഞ്ഞ കൂട്ടി വാട്ടുന്നു, ഏലക്ക പറിക്കുന്നു, കാപ്പിക്കുരുവൊക്കെ പറിച്ച് കൂട്ടുന്നു, ഇഞ്ചി പറിച്ചുണങ്ങുന്നു, പാക്ക്, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വലിയ ഉത്സവം പോലെയാ. ഒത്തിരി ആളുകളുണ്ട്, സഹോദരന്മാരും സൗകര്യമാരും ഒക്കെ ഒത്തിരി പേരുണ്ട്. അപ്പൊ അവരുടെ കൂടെ വന്ന ചില കുട്ടികളുണ്ട്. അവരെന്നോട് പറഞ്ഞു നമുക്ക് കളിക്കാൻ പോകാന്ന് പറഞ്ഞു. ഞാൻ ഞങ്ങളുടെ പറമ്പിലേക്ക്, അവിടെ അങ്ങനെ പറയുന്നു, പറമ്പിലാണ് പറയുന്നത്, അങ്ങനെ കളിക്കാനായിട്ട് പോയി. ഞാൻ ഓർക്കുന്നു ഇപ്പോഴും എൻ്റെ കയ്യിലൊരു കൊടി കിട്ടി. ആ കൊടി ഉയർത്തിപ്പിടിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. എൻ്റെ കൂടെയുള്ള കുട്ടികൾ അത് ഏറ്റുപാടി. അങ്ങനെ ഓടിച്ചാടി കളിച്ച് തുമ്പിയെ പിടിച്ച് നടന്നു. അതിനുശേഷം ഒരു എല്ലാ കുട്ടികളും ചെറിയ മരത്തിൽ ഇങ്ങനെ ഊഞ്ഞാലാടുന്ന പോലെ കുത്തി മറിയുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു പേരമരത്തിന്റെ ചില്ലിക്കമ്പ് പിടിച്ചിട്ട് ഇങ്ങനെ കുത്തി മറിഞ്ഞു. അങ്ങനെ കുത്തി മറിഞ്ഞപ്പോ ആ പേരക്കമ്പിന്റെ ചില്ലക്കമ്പ് ഒടിഞ്ഞ് താഴെ വീണു. പേരമരത്തിന്റെ ചില്ലക്കമ്പ് ഒടിഞ്ഞ് താഴെ വീണു. ഞാനും ആ പേരമരവുമായിട്ട് താഴെ വീണു. വളരെ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് എന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയി. എന്റെ കൂടെ വരുന്ന കുട്ടികൾ എന്നെ കൈക്ക് പിടിച്ചുകൊണ്ടും എങ്ങനെയൊക്കെയാണോ എൻ്റെ അമ്മയുടെ അടുത്ത് എത്തിച്ചു. അമ്മ എനിക്ക് എന്തോ കുടിക്കാനായിട്ട് ഗ്ലാസ്സിൽ വെള്ളം തന്നു. എന്തോ തന്നപ്പോ ഞാൻ അത് തട്ടിമറിച്ച് കളഞ്ഞു. അമ്മയുടെ കൈ ഒന്നും കാണുന്നില്ല, മുഖം കാണുന്നില്ല. അവര് തരുന്നിടത്തല്ല ഞാൻ കൈ നീട്ടുന്നത്. അങ്ങനെ വന്നപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി എൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. ഞങ്ങൾ ഉടൻ തന്നെ വണ്ടിയിൽ എറണാകുളത്ത് ഐ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് ആദ്യത്തെ പ്രാഥമിക പരിശോധന കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു വേണ്ടത്ര മെഡിക്കൽ സൗകര്യം ഇവിടെ ഇല്ല, നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഉടനെ തന്നെ എന്നെ തിരുവനന്തപുരത്ത് കണ്ണാശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. അവിടെ ചെന്നു. വിദഗ്ധന്മാരായ ഡോക്ടർമാർ എൻ്റെ കണ്ണ് പരിശോധിച്ചിട്ട് പറഞ്ഞു ബുദ്ധിമുട്ടാണിത്, ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്, മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് നിങ്ങളെ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലേക്ക് പോകണം എന്ന് പറഞ്ഞ് ഞങ്ങളെ അങ്ങോട്ട് റെഫർ ചെയ്തു. അപ്പോ ഞാന്, അമ്മ, ചേച്ചി, അച്ഛൻ, ചില ഞങ്ങളെ സഹായിക്കുന്ന ചില ആളുകളുണ്ട്, അവരെല്ലാം കൂടെ ഒന്നിച്ച് നമ്മുടെ തമിഴ്നാട്ടിലെ കാട്ട്പാടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വെല്ലൂർ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നു. ഓരോ 15 ദിവസം കഴിയുമ്പോൾ ഓരോ ഡോക്ടർമാർ പരിശോധിക്കും. US-ലുള്ളവര്, UK-യിലുള്ളവര്, ജർമ്മനിയിലുള്ളവര്, കാനഡയിലുള്ളവര് ഒക്കെ പരിശോധിക്കും. അങ്ങനെ ഒത്തിരി വിദഗ്ധന്മാരെ ഡോക്ടർമാർ എൻ്റെ കണ്ണ് പരിശോധിച്ചു. അവര് പറഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാഴ്ച കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് വിശദമായി പറയേണ്ട ഒരു കാര്യമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ചിലർ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ടവരായിരിക്കും, നേഴ്സുമാരും ഡോക്ടർമാരൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ അവർക്കത് മനസ്സിലാവും. നമ്മള് ഒരു വസ്തു കണ്ടു എന്ന് പറയുന്നത് തലച്ചോറിൽ നിന്നും നമ്മുടെ കണ്ണിലേക്ക് വരുന്ന ഓപ്റ്റിക് നെർവ് എന്ന് പറഞ്ഞ ഒരു നെർവുണ്ട്. ആ നെർവിലൂടെ പ്രകാശത്തിന്റെ കിരണങ്ങൾ വന്ന് വസ്തുവിൽ പതിക്കും. ആ വസ്തുവിൽ പതിച്ച ശേഷം അതിന്റെ റിഫ്ലക്ഷൻ ആക്ഷൻ കണ്ണിലെത്തും. കണ്ണിലെത്തിയിട്ട് ഈ ഓപ്റ്റിക് നെർവിലൂടെ
അത് തലച്ചോറിലേക്ക് സന്ദേശം കൈമാറും. അങ്ങനെ 5-6 പ്രക്രിയ കഴിഞ്ഞാൽ നമ്മൾ കണ്ടു എന്നൊറ്റ വാക്കിൽ പറയുന്നത്. വിവിധ ഡിപ്പാർട്ട്മെന്റ് അതിലെ സന്ദേശം കൈമാറും. നമ്മൾ എന്താ കണ്ടത്, അതിന്റെ രൂപം എന്താ, നിറം എന്താ, വീതി എത്രയാ, നീളം എത്രയാ, മറ്റു കാര്യങ്ങളെല്ലാം വിവരിച്ചു കൊടുക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റ് എത്തിച്ചു കൊടുക്കും. അങ്ങനെ പൂർണ്ണമായിട്ട് നമ്മൾ ഈ 5-6 പ്രാവശ്യം ഇത് റൊട്ടേറ്റ് ചെയ്യും ഈ സിമ്പിൾ. അങ്ങനെ ഏതെങ്കിലും ഒരു സിമ്പിൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ടോട്ടലി ആബ്സെൻസ് ഓഫ് സൈറ്റ്, ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥ, പാർഷ്യലി സൈറ്റ്ലെസ്, ഭാഗികമായ അന്ധത, പിന്നെ ഷോർട്ട് സൈറ്റ്, നൈറ്റ് ബ്ലൈൻഡ്നെസ്, അങ്ങനെ ഒത്തിരി ബ്ലൈൻഡ്നെസ്സിന് ഒത്തിരി ഉണ്ട്. മെഡിക്കൽ ലോയില് 6/60, 20/200 എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ കാഴ്ചയില്ലാത്തവരെല്ലാം, മൈൽഡ് ആയിട്ട് ഒത്തിരി കേസസ് ഉണ്ട്, അവരെല്ലാം കാഴ്ചയില്ലാത്തവരെ അഥവാ സൈറ്റ്ലെസ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ എനിക്ക് സംഭവിച്ചത് ടോട്ടലി ആബ്സെൻസ് ഓഫ് സൈറ്റ്, ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥ. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഒരു പക്ഷേ 6 മാസം കഴിയുമ്പോഴാണ് അവർ പറഞ്ഞു, നിങ്ങള് ഇപ്പൊ തിരികെ കൊണ്ടുപോകണം. ഞങ്ങള് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളിലുള്ള വിദഗ്ധമായ ഡോക്ടർ പരിശോധിച്ചിട്ട് ഞങ്ങൾക്ക് ഇതിന്റെ കാര്യം മനസ്സിലാകുന്നില്ല, ഇതിന്റെ സിമ്പിൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഒപ്റ്റിക്കൽ നെർവിലൂടെ ഈ സന്ദേശം ലഭിക്കുന്നില്ല തലച്ചോറിലേക്കും കണ്ണിലേക്കും. അപ്പൊ ആ വെയിന് സ്ട്രക്കായിരിക്കുകയാണ്. അതായിരിക്കും കാരണം. ഒരു പക്ഷേങ്കിൽ പ്രായപൂർത്തിയായ ശേഷം ഒരു ഓപ്പറേഷൻ കൊണ്ടും ഒരു പക്ഷെങ്കിൽ നേരെയായെന്ന് വരാം. ഇപ്പോ നിങ്ങൾ വിശ്വസിക്കുന്ന ദേവന്മാരോട് പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷേ കാഴ്ച കിട്ടിയെന്നിരിക്കാം എന്ന് പറഞ്ഞു. എന്റെ മാതാപിതാക്കള് ഞാനാണ് രണ്ടാമത്തെ ആള്, എന്റെ മൂത്തത് ചേച്ചിയാണ്, ആൺകുട്ടി ഞാൻ മാത്രം അന്നുള്ളത്. അപ്പൊ നല്ല സമ്പത്തും എനിക്ക് വേണ്ടി ചികിത്സ കാര്യത്തിന് വേണ്ടി വിറ്റാണ് ഉപയോഗിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി സ്ഥലത്ത് ഞങ്ങൾക്ക് വസ്തുവകകൾ ഉണ്ടായിരുന്നു, അതെല്ലാം വിറ്റ് ആളുകൾ കൊണ്ടുതരും, അങ്ങനെ ചെയ്യും. അങ്ങനെ എന്തായാലും ഒത്തിരി ചികിത്സ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാനായിട്ട് മാതാപിതാക്കൾ ശ്രമിച്ചു. കാനഡയിലെ വിദഗ്ധനായ ഡോക്ടർ മോഡി എന്റെ കണ്ണു പരിശോധിച്ചു. സൗത്ത് ഇന്ത്യയിലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ടോണി ഫെർണാണ്ടസ് എന്റെ കണ്ണു പരിശോധിച്ചിട്ടുണ്ട്. അങ്ങനെ വിദഗ്ധരായ അനവധി ആളുകൾ എന്റെ കണ്ണു പരിശോധിച്ചിട്ട് അവരെല്ലാം പറഞ്ഞു കാഴ്ച കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. എന്റെ മാതാപിതാക്കൾ നിരാശപ്പെട്ടില്ല. അവർ പിന്നെയും ഒത്തിരി വൈദ്യന്മാരെയും ഒത്തിരി ആളുകളെ കാണിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ച ആളായോണ്ട് ഒത്തിരി കാര്യത്തിന് വിശ്വാസ പ്രമാണമുണ്ട് ഞങ്ങൾക്ക്. സൃഷ്ടിക്കും, സ്ഥിതിക്കും, സംഹാരത്തിനും, കലയ്ക്കും എല്ലാത്തിനും ദേവന്മാരെ, ദേവസമൂഹങ്ങളുള്ള കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു തന്നെ എല്ലാ പേരറിയാവുന്ന ദേവന്മാരോട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഇന്നും ഓർക്കുന്നു, തുലാഭാരം തൂക്കുക, പൊന്നുകൊണ്ട് ആരൂപം വെക്കുക, ഉരുളി കമത്തുക, അതുപോലെ തന്നെ പ്രദക്ഷിണം വെക്കുക, ഒത്തിരി കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ചെറിയ കൈ കൊണ്ട് പിടിപ്പണം വാരി അനവധി ദേവി ദേവന്മാരുടെ മുമ്പിൽ അർപ്പിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു ദിവസം തന്നെ 3 സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി ഓർക്കുന്നു. രാവിലെ 5 മണിക്ക് ചോറ്റാനിക്കര അമ്പലത്തിൽ എന്നെ നടക്കി വെച്ചു, ഒരു പീഠത്തിൽ കയറ്റി ഒരു പ്രത്യേക വസ്ത്രമൊക്കെ ധരിപ്പിച്ച് നിർത്തി. അന്ന് തന്നെ 9:30 ആയപ്പോ എറണാകുളം വല്ലാർപാടം കായലിന്റെ നടുവിൽ ഒരു പള്ളിയുണ്ട്, മാതാവിന്റെ പള്ളി, അവിടെ കൊണ്ട് എന്നെ അനുഭവിച്ചു. അന്ന് തന്നെ ചോറ്റാനിക്കരയ്ക്കകത്ത് കരിങ്ങാച്ചിറ എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ കൊണ്ടൊരു ഔഷധം എന്നെ കൊണ്ട് കഴിപ്പിച്ചു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എന്നെ കൊണ്ട് നടന്ന് നേർച്ച കാഴ്ച വെച്ചു. അച്ഛൻ പറഞ്ഞു, ഹൈന്ദവ ദേവന്മാർക്ക് സ്വാധീനതയില്ലെങ്കിൽ നമുക്ക് ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ സമീപിക്കാമെന്ന് പറഞ്ഞ് അനവധി ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ കൊണ്ടുപോയി എന്നെ പ്രാർത്ഥിപ്പിച്ചു. അവിടെയും രക്ഷ കിട്ടിയില്ല. അപ്പൊ പിന്നെ മോസ്കുകളിൽ കൊണ്ടുപോയി, അവിടെയും രക്ഷ കിട്ടിയില്ല. അവസാനം ഒരു ദേവിയുടെ മുമ്പിൽ കൊണ്ടു നിർത്തിയേ എന്നോട് പറഞ്ഞു, ദേവി അവിടെ ഉണ്ട്, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ആ ദേവിയെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോ എനിക്കൊരു അറിവ് കിട്ടി. അവര് ഗോഡസ് ഡംബ് ആൻഡ് ഡഫ് ആണ്, സംസാരിക്കത്തുമില്ല, കേൾക്കുന്നുമില്ലായിരിക്കാം. ഡംബ് ആൻഡ് ഡഫ് എന്നാ പറഞ്ഞത്. അപ്പോ ഞാൻ പറഞ്ഞു, ഞാനിപ്പോ പ്രാർത്ഥിച്ചാൽ ദേവി കേൾക്കത്തില്ല, ദേവി എനിക്ക് അനുഗ്രഹം തന്ന ദേവി എവിടെ ഇരിക്കുന്നത് എനിക്ക് കാണത്തുമില്ല, ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ പ്രശ്നം വരും, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് അച്ഛനോട് ചോദിച്ചു. അച്ഛന് സാമാന്യ വിദ്യാഭ്യാസമുള്ള ആളാണ്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, ഇനി നിന്നെ ഒരു നേർച്ച കാഴ്ചയ്ക്ക് കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ 7 വയസ്സായപ്പോ തുടങ്ങിയ ചികിത്സ കാര്യങ്ങളാ. ഇതിൽ 11.5 വയസ്സ് വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ അങ്ങനെ ചികിത്സ കാര്യങ്ങളും നേർച്ച കാര്യങ്ങളും ഒക്കെ അവസാനിപ്പിച്ചു.
ആ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിനൊരു തകർച്ച ആരംഭിച്ചു. ഞാൻ പറഞ്ഞില്ലേ, നല്ല ശതമാനം സ്വത്തുക്കളും എന്റെ ചികിത്സയ്ക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് മറ്റൊരു പ്രതികൂലം വന്നു ചേർന്നു. എന്റെ മാതാവ് ഒരു ദിവസം സന്ധ്യാനാമം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയ സമയത്ത് വാതിൽപ്പടിയിൽ തട്ടിയതാണ്. ചെറുതായിട്ട് തട്ടിയുള്ളൂ, താഴെ വീണു. 3.5 വർഷക്കാലം ഇടതേ കൈയും കാലും തളർന്ന് അവശയായി ഒരേ കട്ടിലിൽ കിടപ്പ് രോഗിയായി തീർന്നു. 3.5 വർഷം കഴിഞ്ഞാണ് അമ്മ എഴുന്നേറ്റത്. എന്റെ ചികിത്സയ്ക്ക് വേണ്ടി നല്ല ശതമാനം സ്വത്ത് വിറ്റു. പിന്നെ അമ്മയുടെ ചികിത്സ, അതിനുവേണ്ടി നല്ലപോലെ ചികിത്സയ്ക്ക് വേണ്ടി ഒത്തിരി പണം ചെലവാക്കി. അമ്മ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ കഴിയുമെന്നല്ലാതെ ജോലി കാര്യങ്ങൾ ചെയ്യാനോ വേണ്ടത്ര ആരോഗ്യം ഇല്ലാത്ത ആളായി തീരും. അമ്മ തികച്ചും ഒരു രോഗിയായി മാറി. ഈ സമയത്ത് ഞാൻ കാഴ്ചയില്ല. എന്റെ മൂത്ത ചേച്ചി, ഇളയ 2 സഹോദരങ്ങൾ, അച്ഛന്റെ ജോലി നഷ്ടപ്പെട്ടു. കാരണം ജോലിക്ക് പോലൊക്കത്തില്ല, എന്നെ നോക്കണം, അമ്മയെ നോക്കണം, പല കാര്യമുണ്ട്. ചേച്ചിയെ ഇളയ കുട്ടികളെ സ്കൂളിലെത്തിക്കണം, അങ്ങനെ ഒത്തിരി കാര്യമുണ്ട്. എനിക്ക് സ്കൂളിൽ അഡ്മിഷൻ തരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ചെറിയ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ കാഴ്ച പോകുന്നത്. അപ്പൊ തൊട്ടടുത്ത പ്രൈവറ്റ് സ്കൂളിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, കാഴ്ചയില്ലാത്തൊരു പഠിക്കുന്ന സംവിധാനം ഇല്ല എന്ന് പറഞ്ഞു. അപ്പോ അന്ന് നമുക്കും അറിയത്തില്ലല്ലോ ഇല്ലെന്ന്. എന്റെ അച്ഛന് നല്ല വിദ്യാഭ്യാസമുള്ള ആൾ, അച്ഛൻ അറിയാം എങ്കിൽ പോലും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. കാരണം ഞാൻ തന്നെ പിന്നീട് പ്രായമായ ശേഷം ഞങ്ങളുടെ അവിടുത്തെ സ്കൂളുകാരോട് പറഞ്ഞിട്ട് പോലും അവർ സമ്മതിച്ചില്ല. എങ്കിലും അവരൊരു കാര്യം പറഞ്ഞു, എൻ്റെ അച്ഛന് അവിടെ അംഗീകരിക്കപ്പെട്ട ഒരു മനുഷ്യനായതുകൊണ്ട് സ്കൂൾ സ്ഥാപിക്കാന്, അതുപോലെ ലൈബ്രറി ഒക്കെ സ്ഥാപിക്കാനായിട്ട്, അതുപോലെ ആർട്സ് ക്ലബ് ഒക്കെ സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ആളായതുകൊണ്ട് അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞു, താങ്കളുടെ കുട്ടിയെ, സാറിന്റെ കുട്ടിയെ ക്ലാസ്സിൽ ഇരുത്താം, പക്ഷെ ഒരു കാര്യമുണ്ട്, രജിസ്റ്ററിൽ ഞങ്ങൾ പേര് ചേർക്കില്ല എന്ന് പറഞ്ഞു. വേണ്ട, ഇരുന്ന് കേട്ടോട്ടെ എന്ന് വിചാരിച്ചു. അച്ഛൻ തന്നെയാണ് എന്നെ സാംസ്കൃത്, ഇംഗ്ലീഷ്, കണക്ക് പഠിപ്പിച്ചത്. അങ്ങനെ ഞാൻ സ്കൂളിൽ പോരും. എല്ലാ കുട്ടികളും ബോർഡിൽ നോക്കി എഴുതും, ഞാൻ കേട്ട് മാത്രം പഠിക്കും. പക്ഷെ എൻ്റെ കാഴ്ചശക്തി അന്നില്ല. ഞാൻ പറഞ്ഞത് ഏതാണ്ട് 12 വയസ്സിൽ പ്രായമുള്ള സമയത്താണ്. ഈ സമയത്താണ് ഞങ്ങളുടെ അമ്മയ്ക്ക് ഒരു പ്രതികൂലം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 3.5 വർഷക്കാലം ഒറ്റക്കിടപ്പ് തന്നെയായിരുന്നു. എനിക്ക് വേണ്ടി ചികിത്സിച്ച ശേഷം ഉള്ള സ്ഥലങ്ങളെല്ലാം വിറ്റ് അമ്മയെ ചികിത്സിക്കാനായിട്ട് ശ്രമിച്ചു. ഈ സമയത്ത് ഞങ്ങൾക്കൊരു പ്രശ്നം ആരംഭിച്ചു. ഒരു ദിവസം എന്തോ ആരെയോ കാണാൻ വണ്ടിയെ വന്ന് അച്ഛനെ വിളിച്ചുകൊണ്ട് പോയി. പുറത്തെവിടെയോ പോയി. അച്ഛൻ വീട്ടിൽ വരുമ്പോ എൻ്റെ മൂത്ത ചേച്ചിയോട് ഇളയ പെങ്ങളോട് സംസാരിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കയറുന്നത്. അവരോട് കാര്യം പറയും. അവസാനം കാഴ്ചയില്ലാത്ത ആൾ, ഞാൻ കാഴ്ച പോയ ശേഷം ഒരിക്കലും നേരെ നോക്കിയിട്ടില്ല. ഞാൻ എവിടെയെങ്കിലും മൂലയ്ക്ക് പോയിരുന്ന് തല കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കും. ആരുടെയും ശബ്ദം കേൾക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ആരുടെയും മുഖത്ത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ അമ്മയുടെയും ചേച്ചിയുടെയും അച്ഛൻ്റെയും മാത്രം ശബ്ദം മാത്രമേ എനിക്ക് തിരിച്ചറിയത്തുള്ളൂ. ഞാൻ എങ്ങും പോകാറില്ല. ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കും, നിരാശനായി ദുഃഖിച്ചിങ്ങനെ ഇരിക്കും. അച്ഛൻ വന്ന് എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് എന്നോട് സംസാരിക്കും. അങ്ങനെയാണ്. ഒരു ദിവസം അച്ഛൻ എവിടെയോ പുറത്ത് പോയിട്ട് വന്നിട്ട് ആരോടും സംസാരിച്ചില്ല. വീടിനകത്ത് കയറി വന്ന് എന്നെ പിടിച്ചുയർത്തിയിട്ട് എൻ്റെ കൈക്ക് എന്തോ എഴുതി കാണിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അവരോട് സംസാരിക്കാതെ എൻ്റെ കയ്യിൽ എഴുതി കാണിച്ചത് എന്താന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സംഭവിച്ചത് ഇതാണ്. അമ്മയ്ക്ക് രോഗിയായി, എനിക്ക് കാഴ്ച പോയി, ഞങ്ങളുടെ സ്ഥലങ്ങളെല്ലാം നഷ്ടപ്പെട്ടു, അച്ഛൻ്റെ ജോലി നഷ്ടപ്പെട്ടു, ഞങ്ങൾക്കൊന്നും ഇല്ലാതായി തീർന്നപ്പോ പ്രഷർ കൂടി അച്ഛന് സംസാരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. ഞങ്ങള് അന്ന് കട്ടപ്പനയ്ക്കടുത്താണ് താമസിക്കുന്നത്. കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 40 ദിവസം കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ സംസാരിച്ചത്. അച്ഛൻ സംസാരിച്ചു കഴിഞ്ഞപ്പോ എൻ്റെ പേര് മറന്നുപോയി, അമ്മയുടെ പേര് മറന്നുപോയി. ഇംഗ്ലീഷ്, സംസ്കൃതം, കന്നഡം, തമിഴ്, മലയാളം ഒക്കെ അറിയാവുന്ന ആളായിരുന്നു. പക്ഷെ കുറച്ചു കാര്യം ഇംഗ്ലീഷിൽ പറയും, കുറച്ചു കാര്യം മറ്റൊരു ഭാഷയിൽ പറയും, അങ്ങനെയൊക്കെ ആയിപ്പോയി. വയലന്റ് ഒന്നുമല്ല, വളരെ സൈലന്റ് ആണ്. പക്ഷേ ഒന്നും മനസ്സിലാകുന്നില്ല. ഞങ്ങൾക്ക് ഒരു ശേഷിയില്ലാത്ത ആളായി തീർന്നു. അച്ഛൻ എന്തെങ്കിലും ചിന്തിച്ച് പുറത്തോട്ട് നടക്കും, വീട്ടിൽ വരും, ഒക്കെ ചെയ്യും. ഇങ്ങനെ ആയപ്പോ എൻ്റെ ചേച്ചി കത്തെഴുതി മാമന്മാർക്ക്, അച്ഛൻ്റെ അവസ്ഥ ഇങ്ങനെ, അമ്മയുടെ അവസ്ഥ ഇങ്ങനെ, ചേച്ചിയുടെ എൻ്റെ കാര്യം ഒക്കെ എഴുതിയപ്പോൾ അവർ വന്നു. 3 പേരുണ്ടായിരുന്നു. 2 പേര് പട്ടാളക്കാരാണ്. അവർക്ക് അവധി കിട്ടുമ്പോഴേ വരാനൊക്കൂ. ഒരു ഭാര്യ സമേതം വന്നു, കുഞ്ഞുങ്ങളൊക്കെ വന്നു.
ഞങ്ങളുടെ അവസ്ഥ കണ്ടപ്പോൾ അച്ഛൻ ഇങ്ങനെ മിണ്ടാതെ സംസാരിക്കാതെ ഇരിക്കുന്നു. അമ്മ രോഗിയായി കട്ടിൽ കിടക്കുന്നു. കാഴ്ചയില്ലാത്ത ഒരാളായി ഞാനൊരു മൂലയ്ക്കിരിക്കുന്നു. അവരൊന്നും സംസാരിച്ചില്ല. ഒരു ഉച്ച കഴിഞ്ഞ് 4 മണി ആകാറായ സമയത്ത് അവർ പോകാൻ തയ്യാറായപ്പോൾ അവരൊരു തീരുമാനമെടുത്തു. ചികിത്സാർത്ഥം അമ്മയെ എറണാകുളത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. അമ്മായി അവിടുത്തെ ഒരു നേഴ്സാണ്, ആയുർവേദ ഹോസ്പിറ്റൽ എവിടെയോ. അപ്പൊ അമ്മ പട്ടാളത്തിൽ പോകും. അപ്പൊ അമ്മയെ കൊണ്ടുപോകാൻ വലിയ അമ്മ തീരുമാനമെടുത്തു. ചെറിയ അമ്മാവൻ എൻ്റെ മൂത്ത ചേച്ചിയെ കൊണ്ടുപോയി വിവാഹം ചെയ്ത് അയക്കാം, അവരുടെ കാര്യമൊക്കെ നോക്കിയോളാം. ചേച്ചിയെ കൊണ്ടുപോകാൻ തയ്യാറായി. ഒരു കൊച്ചമ്മ, അടുത്തുള്ളൊരു കൊച്ചമ്മ വന്ന് എൻ്റെ ഇളയ പെങ്ങളെ കൊണ്ടുപോയി പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇളയ പെങ്ങളെ കൊണ്ടുപോകാൻ തയ്യാറായി. എനിക്കൊരു കാര്യം മനസ്സിലായി. ഏത് കുടുംബത്തിൽ ജനിച്ചാലും, ഏത് കുലത്തിൽ ജനിച്ചാലും, ഉദ്യോഗസ്ഥന്മാരായാലും വിദ്യാസമ്പന്നരായാലും ആരായാലും സാധാരണ നിലയിൽ, സാമാന്യ നിലയിൽ അംഗവൈകല്യമുള്ള ഒരാളായി ജനിച്ചാൽ, പ്രത്യേകിച്ച് കാഴ്ചയില്ലാത്ത ഒരാളായി ജനിച്ചാൽ സാധാരണ നിലയിൽ മനുഷ്യനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്തിനേറെ ഡോക്ടർമാർക്ക് എന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല, ദൈവങ്ങൾക്ക് എന്നെ കഴിഞ്ഞില്ല, പിന്നെ മാതാപിതാക്കൾക്ക് കഴിയും. അച്ഛൻ ഓർമ്മശക്തിയില്ല വേണ്ടത്ര. അച്ഛൻ്റെ അടുത്ത് എന്നെ ഏൽപ്പിച്ചിട്ട് അവരെല്ലാം നാട്ടിൽ പോയി. അവർ പറഞ്ഞത് അടുത്ത ആഴ്ചയിൽ ഞങ്ങൾ വന്നിട്ട് ഏതെങ്കിലും ബോർഡിംഗ് സ്കൂളിൽ എത്തിക്കുകയോ, സ്കൂൾ ഫോർ ബ്ലൈൻഡ് ഉണ്ട്, കാഴ്ചയില്ലാത്തവരെ പഠിപ്പിക്കുന്ന സ്കൂളുണ്ട്. ആലുവയിലും കോട്ടയത്തും കാസർഗോഡും ഒക്കെ ഉണ്ട് ഗവൺമെന്റ് സ്കൂളുകൾ. കുന്നംകുളത്ത്, തൃശ്ശൂരുണ്ട്. പിന്നെ അല്ലാതെ ഇപ്പൊ പ്രൈവറ്റ് സെക്ടറിൽ ഒത്തിരി ഉണ്ട്. ഞങ്ങളുടെ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൽ തന്നെ സ്കൂളുകൾ ഇപ്പോൾ ഉണ്ട്. അന്ന് വളരെ കുറച്ച് ആ സ്കൂളുള്ളത്, അവിടെയെങ്കിലും കൊണ്ടുപോയി ചേർക്കാം. ഇപ്പൊ ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞാൽ അവരെല്ലാം നാട്ടിലേക്ക് പോയി. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, ആരും വന്നില്ല. എൻ്റെ അച്ഛൻ എന്നെ കുളിപ്പിച്ച് പൗഡറൊക്കെ ഇടിയിപ്പിച്ച് സൂട്ട് ചെയ്യിച്ച് പാൻറ് ഷർട്ടൊക്കെ ഇടിയിപ്പിച്ച് പൗഡറൊക്കെ ഇടിയിപ്പിച്ച് അടുത്ത വീട്ടിൽ കൊണ്ടിരുത്തും. അയൽവാസികൾ പറയും, എൻ്റെ മകനെ 5 മിനിറ്റ് നിങ്ങൾ നോക്കണം, ഞാൻ എവിടെയെങ്കിലും പോയി ഒരു ആഹാരം വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞ അച്ഛൻ പോവും. അച്ഛൻ ദൂരെ ചെല്ലുമ്പോ എൻ്റെ കാര്യം ഓർക്കുമ്പോൾ അടുത്ത പഞ്ചായത്തിലും അടുത്ത താലൂക്കിലും ആയിരിക്കും. എൻ്റെ കാര്യം ഓർത്ത് പേര് വിളിച്ച് ഓടി വരുമ്പോ തൊട്ടടുത്ത് വരുമ്പോ പിന്നെയും മറന്നു പോകും. അച്ഛൻ അങ്ങനെ അലക്ഷ്യമായി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. അയൽവാസികൾ പറയും, സാറേ ഈ കുട്ടിയെ ഞങ്ങൾ ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, ഒരാണ്ടല്ല, ഒരായുഷ്കാലം മുഴുവൻ ഞങ്ങൾക്ക് ഈ കുട്ടിയെ സംരക്ഷിക്കാൻ താല്പര്യമാണ് എന്നും പറഞ്ഞ് അയൽവാസികൾ എന്നെ ഏറ്റെടുക്കും. 2 ദിവസം കഴിയുമ്പോൾ അവര് പറയും, അതിനു മുമ്പ് മോനേന്നും സാറേന്നും ഒക്കെ വിളിക്കുന്ന, അച്ഛനെ സാറേന്നും എന്റെ മോനേന്നും വിളിക്കുന്നവരെ, ഇടാ ഒരു പാട്ട് പാടിക്കേ, എന്തെങ്കിലും കഴിക്കാൻ തരാം എന്ന് പറയും. എന്നിട്ട് പറയും, എടാ നിങ്ങൾക്ക് എല്ലാ സമ്പത്തും ഉണ്ടായിരുന്നു, സുഖമായിരുന്നു, നിന്റെ അച്ഛൻ അംഗീകരിക്കപ്പെട്ട ആളായിരുന്നു, സ്ഥലങ്ങളുണ്ടായിരുന്നു, ഞങ്ങളെല്ലാം സഹായിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ ശാപം വന്നത് ഈശ്വര ശാപമാ. ആരാ പറയുന്നത്? ഹിന്ദുക്കളല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനികളാണ് പറയുന്നത്. ഈശ്വര ശാപമാണ്. അതുകൊണ്ട് നിന്നെ ഞങ്ങളുടെ വീട്ടിൽ താമസിപ്പിച്ചാൽ നിങ്ങളുടെ ശാപം ഞങ്ങളുടെ വീട്ടിലേക്ക് വരും. അതുകൊണ്ട് നിന്നെ എന്ത് ചെയ്യണം എന്ന് എന്നോട് ചോദിക്കുക. 12 വയസ്സ് മാത്രം പ്രായമുള്ള എനിക്ക് അടുത്ത വീട്ടിലേക്ക് പോകാൻ അറിയില്ല. ഒരു തൊട്ടടുത്ത സ്ഥലത്തേക്ക് പോലും പോകണമെങ്കിൽ എന്നെ ആരെങ്കിലും കൈക്ക് പിടിച്ചോണ്ട് പോകണം. അപ്പൊ എന്നോട് ചോദിക്കുക, നീ എവിടെ പോകാം, എങ്ങോട്ടാ പൊക്കൂ എന്ന് പറയുമ്പോൾ ഞാൻ എവിടെ പോകാനാ? ഞാൻ ഓർക്കും, എന്റെ വിധി ഇങ്ങനെ ആയല്ലോ, ചെറിയ പ്രായത്തിൽ ഈ അവസരമൊക്കെ വന്നല്ലോ, സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടു. ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതാനുഭവമായിട്ട് ബന്ധപ്പെട്ടുണ്ട് പറയാൻ. അതൊന്നും പറയാനുള്ള മനസ്സെനിക്കുന്നില്ല. കാരണം ഇന്ന് എനിക്ക് ആ നിരാശയോ ദുഃഖമോ ഒന്നും തോന്നുന്നില്ല. ഇന്ന് സന്തോഷം മാത്രമാണ് എൻ്റെ ഉള്ളിൽ വരുന്നത്. എങ്കിലും ഞാൻ അനുഭവിച്ച വേദനിക്കുന്ന നീറുന്ന ഓർമ്മകൾ, വേദനിക്കുന്ന കഥകൾ അനവധിയാണ്. എന്നെ ആരെങ്കിലും കൈക്ക് പിടിച്ചുകൊണ്ട്, ചേച്ചിമാരോ അല്ലെങ്കിൽ ചെറിയ പെൺകുട്ടികളോ ആൺപിള്ളേരോ ആരെങ്കിലും കൈക്ക് പിടിച്ചുകൊണ്ട് കുളിക്കാൻ കൊണ്ടുപോകും പെരിയാറ്റില്. എന്നിട്ട് എന്നെ കുളിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുവരും. ഒരിക്കൽ ഞാൻ ഓർക്കുന്ന, ഒരു സന്ധ്യാസമയത്ത് എൻ്റെ സീനിയറായിട്ട് പഠിച്ച കുറച്ച് പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം കൂടെ പറഞ്ഞു നമുക്ക് കുളിക്കാൻ പോകാന്ന് പറഞ്ഞു. ഞാനും അവരോട് പോയി. അവര് പെരിയാറ്റിൽ ചെന്നിട്ട് ഒരു പാറപ്പുറത്ത് എന്നെ ഇരുത്തിയിട്ട് പറഞ്ഞു, എടാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്, മാറിയാൽ നീ കയറ്റി വീഴും, ചത്തുപോകുന്നുണ്ടല്ലോ, പോലീസ് ഞങ്ങളെ ചോദ്യം ചെയ്യും. അതുകൊണ്ട് ഞങ്ങള് നീന്തി തുടിച്ച് കുളിച്ച ശേഷം വരാം, എന്നിട്ട് നിന്നെ കുളിപ്പിച്ചോണ്ട് വീട്ടിൽ പോകാന്ന് പറഞ്ഞു. എന്നിട്ട് അവര്
പുഴയിലേക്ക് നീന്താനും തുടിക്കാനും കളിക്കാനും ഒക്കെ ആയിട്ട് പോയി. അവര് കൊച്ചുകുട്ടികളല്ലേ, അവരെന്നെ മറന്നുപോയി. ഒരു സന്ധ്യാസമയത്ത് പെരിയാറിന്റെ നടുവിൽ ഒരു പാറപ്പുറത്ത് ഒരു മഴ വന്ന സമയത്ത്, സന്ധ്യാസമയത്ത് എല്ലാവരും ഒറ്റപ്പെട്ടു, ഉപേക്ഷിക്കപ്പെട്ട്, അറയ്ക്കപ്പെട്ട് ഇരുന്ന ആ സാഹചര്യം ഞാൻ ഓർക്കുക. അങ്ങനെ ഒത്തിരി ഒത്തിരി ഒറ്റപ്പെട്ടവനായിരുന്നു ഞാൻ, തള്ളപ്പെട്ടവനായിരുന്നു, ഉപേക്ഷിക്കപ്പെട്ടവനായിരുന്നു, അറയ്ക്കപ്പെട്ടവനായിരുന്നു ഞാൻ. ദൈവങ്ങൾക്ക് വേണ്ട, ഡോക്ടർമാർക്ക് വേണ്ട, മാതാപിതാക്കൾക്ക് വേണ്ട, സൗരങ്ങൾക്ക് വേണ്ട, ബന്ധുക്കൾക്ക് വേണ്ട, ആർക്കും വേണ്ട. ദൈവം ആത്മഹത്യ മുഴുവൻ ചെയ്യാൻ സ്വാതന്ത്ര്യം ഇല്ലാതെയാണോ മനുഷ്യനെ സൃഷ്ടിച്ചത്? ദൈവമൊന്നും ഇല്ല. കാരണം ചേച്ചി പാടുമായിരുന്നു, കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത, ചിരിക്കാനറിയാത്ത, കളിമുൻ പ്രതിഭകളെ, വിചാരമില്ലാത്ത ദൈവമാണോ? ദൈവമൊന്നും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ ഇങ്ങനെ വരില്ല, ഒരു ദോഷവും ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ അച്ഛൻ ഇങ്ങനെ ഓർമ്മശക്തി ഇല്ലാതെ വരികയും രോഗിയായി തീരുകയും ചെയ്യില്ല. എൻ്റെ അമ്മ രോഗിയാകില്ല. ഞങ്ങളുടെ സ്ഥലങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോവില്ല. ഞങ്ങളെല്ലാം ഒറ്റപ്പെട്ടു പോവില്ല. പിന്നെ എന്താണ് അത് സംഭവിച്ചത്? ദൈവം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ദൈവത്തിന് പോലും സഹിക്കാൻ കഴിയാത്ത കാര്യമായിരിക്കും. ദൈവം ഇല്ലാതെ ചിന്തിച്ചു. പക്ഷെ ഒരാളോട് നമുക്കൊരാഹാരം ചോദിക്കാം. സാറേ, എനിക്ക് മരിക്കണം, ഒരു കഴിക്കാനുള്ള വിഷം പിടിച്ചു തരാൻ പറഞ്ഞ ആരെങ്കിലും തരുമോ? ഒരു നേരത്തെ ആഹാരം ആരോട് ചോദിക്കുക. അടുത്ത് വരുമ്പോൾ ശബ്ദം കേട്ട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. ആരുടെയെങ്കിലും വീട്ടിൽ ചെന്ന് ചോദിക്കാൻ ബുദ്ധിമുട്ടാണ്. അയൽവാസികൾ സന്ധ്യാസമയം വരുമ്പോൾ എന്നെ കൈക്ക് പിടിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോകും. അവര് തരുന്ന ചെറിയ സംവിധാനത്തിന് ഞാൻ ഉറങ്ങും. രാവിലെ കൈക്ക് പിടിച്ചുകൊണ്ട് എന്റെ വീട്ടിൽ കൊണ്ടുവിടും. ഓർത്താൽ ചിലപ്പോൾ എനിക്ക് ഭക്ഷണം അവർ കൊണ്ടുതരും. ചില സമയത്ത് അവർ കൊണ്ടുതരുന്ന ഭക്ഷണം ഒരു സ്റ്റൂളിൽ കയറ്റി വെച്ചിട്ട് അവരെല്ലാം വീട്ടിൽ പോകും. ഞാൻ തപ്പി ചെന്ന് എടുക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ സമയത്ത് ആ ഭക്ഷണം മറിഞ്ഞു പോകും. അവർക്കറിയത്തില്ലല്ലോ ഞാൻ കഴിച്ചില്ലാത്തതുകൊണ്ട് തട്ടിപ്പോയതാന്ന് അറിയില്ലല്ലോ. അവര് പറയുന്നത് അന്നത് കുറ്റമാണോ, തട്ടിക്കളഞ്ഞതാന്ന് അവര് പറയും. എന്നാലും ഒരു സ്നേഹമുള്ളവരാ, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ അയൽവാസികൾ എന്നെ വന്നു കൊണ്ടുപോകും. രാവിലെ എന്റെ വീട്ടിൽ കൊണ്ടെടുത്തു. ഇടിയും മഴയൊക്കെ വരുമ്പോൾ ഞാൻ തനിയെ ഇരിക്കും. ഭയമാവും എനിക്ക്. ഇപ്പോഴും അത് ഭയമാണ്. അന്ന് തന്നെ ഇരുന്നിന്റെ ആ പഴിച്ചതായിരിക്കാം. അങ്ങനെ ഞാൻ ഒറ്റപ്പെട്ടവനായിരുന്ന അവസ്ഥ ഞാൻ ഓർക്കുന്നുണ്ട്. മരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? എങ്ങനെ മരിക്കാം? എന്റെ കൂട്ടുകാരൻ ഗീവർഗീസോനോട് ഞാൻ ചോദിച്ചു എങ്ങനെ മരിക്കാം. അവനൊരു കഥ പറഞ്ഞു തന്നു. തൂങ്ങി മരിച്ച കഥ. ഒരു മനുഷ്യന്റെ വെള്ളത്തിലേക്ക് കയറി കിടക്കുന്നു. ഒരൊറ്റ കയറേ കിട്ടുന്നു. അയാൾ കിടന്ന് ഊഞ്ഞാലാടുന്ന പോലെ തൂങ്ങി ആടുന്നു. മരിച്ചെന്നാ പറയുന്നത്. അവനങ്ങനെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എടാ അങ്ങനെയാ മരത്തെ കയറുന്നത്? അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഇങ്ങനെ ഉണ്ടെന്ന് അവൻ പറഞ്ഞു. കണ്ടാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിച്ചു, ആരെന്നെ തൂക്കും? ഏതെങ്കിലും മരത്തിൽ കെട്ടിയിട്ട് കയറ് കെട്ടിയിട്ട് താഴോട്ട് എന്നെ ഇടുവോ? ഇല്ല, ആരും ചെയ്തു തരത്തില്ല. ഇനി വെള്ളത്തിൽ ചാടി മരിക്കണമെങ്കിൽ പുഴ എവിടെയാണെന്ന് അറിയണം. ആരെങ്കിലും കൊണ്ടുപോയി കയത്തിലേറ്റ് തള്ളിത്തരണം. അങ്ങനെ ആരും ചെയ്യുവോ? ഇനി ഏതെങ്കിലും ഒരു വണ്ടിയുടെ മുമ്പിൽ എടുത്ത് ചാടിയാൽ അവിടെ വണ്ടികൾ കുറവാ. തന്നെയല്ല, ഡ്രൈവർക്ക് കാഴ്ചയുമുണ്ട്. അയാൾ ചവിട്ട് നിർത്തും. അപ്പോ മനുഷ്യനെ മരിക്കാൻ പോലും സമ്മതിക്കാതെയാണോ സൃഷ്ടിച്ചത് ദൈവം? ദൈവമൊന്നുമില്ല. എത്രയോ ദേവന്മാർക്ക് ഞാൻ പിടിപ്പണം വാരി തുരഭാരം തൂക്കി പൊന്നുകൊണ്ടാൽ രൂപം വെച്ചു. എത്രയെത്ര നാട്യകാഴ്ചകൾ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും മോസ്കുകളിലും ഒക്കെ കൊണ്ടു നടന്നു. അവിടെയൊന്നും കാഴ്ച തന്നില്ല. അതുകൊണ്ട് ഇനി ഒരു ഭവനത്തിലേക്ക് ഞാൻ ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ പോകുന്നില്ല. ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ കിടന്ന് എനിക്ക് അന്നത്തെ അറിവ് വെച്ച് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ചും ഭക്ഷണം കഴിക്കാതെ ഞാൻ ഇവിടെ കിടന്ന് മരിക്കാം എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഒരിക്കലും ഞാൻ തനിയെ കിടന്നിട്ടില്ല. ഒരു ദിവസം രാത്രിയിൽ ഞാൻ തനിയെ കിടന്നു എൻ്റെ വീട്ടില്. എനിക്ക് ഭയം തോന്നി. ചെറിയ പ്രായത്തിൽ ഓരോരുത്തരെ പറയുന്ന അമ്മമ്മ കഥകളിൽ യക്ഷിയും പിശാചും പേയും മാടനും ഒക്കെ കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ കേട്ടപ്പോ പേടി തോന്നി. ഇനി എന്തായാലും വരട്ടെ, ഇപ്പൊ എനിക്ക് ആരുമില്ല, ആര് വന്നാലും എന്നെ കൊല്ലട്ടെ എന്ന് വിചാരിച്ചു ഞാൻ അവിടെ തന്നെ കിടന്നു. ഉറങ്ങാൻ കഴിഞ്ഞില്ല, ഭയമൊക്കെ ഓർത്ത്. ഒരു നേരം വിളിക്കുന്നവരെ ഞാൻ ഉറങ്ങിയില്ല. ഞാനൊക്കെ അന്ന് രാത്രി എപ്പോഴാ പകലെപ്പോഴാന്ന് എനിക്കറിയില്ലല്ലോ, കാഴ്ചയില്ലാത്തതുകൊണ്ട് നേരം വിളിക്കുന്ന അറിയില്ല. കോഴി കൂകുന്ന ശബ്ദം കേട്ടും പക്ഷികൾ ചിലയ്ക്കുന്ന ശബ്ദം കേട്ടുവാ ഞാൻ രാത്രിയും പകലും തിരിച്ചറിയുന്നത്. അന്ന് രാത്രി ഞാൻ ഉറങ്ങാതെ വീട്ടിൽ കിടന്നു. എനിക്കൊരു കാര്യം മനസ്സിലായി, നമുക്ക് തനിയെ വീട്ടിൽ കിടക്കാൻ പറ്റും. ഈ വീട്ടിൽ കിടന്ന് തന്നെ എൻ്റെ ജീവിതം അവസാനിപ്പിക്കണം. എനിക്കറിയാവുന്ന മർദ്ദനമുറ സ്വീകരിക്കണം. പിന്നെ ഭക്ഷണം കഴിക്കുന്നില്ല, ആര് കൊണ്ടുവന്നാലും ആരോടും മേടിക്കുന്നില്ല. കഥ അടച്ചിടണം, എവിടെയെങ്കിലും പോയെന്ന് വിചാരിച്ചോട്ടെ. അപ്പോഴേ ഞാനിങ്ങനെ ചിന്തിച്ചു, തന്നെ വീട്ടിലിരിക്കാം. അന്ന് പകല് ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി.
രാത്രി ഒന്നും ഉറങ്ങിയില്ലല്ലോ, അന്ന് ഉറങ്ങിപ്പോയി അറിയാതെ. അപ്പോ ഈ സമയത്ത് ഒരു 3 മണി കഴിഞ്ഞ 4 മണിയായ സമയത്ത് ഒരു മനുഷ്യൻ എന്റെ വീട്ടിൽ വന്നു. പ്രഥമ ദൃഷ്ടിയാൽ അറിയാം ഇവിടെ ആരുമില്ലെന്ന് അറിയാം. എങ്കിലും അദ്ദേഹം കതക് തള്ളി തുറന്നു. ഒരു മുറിയിൽ കയറി, അവിടെ ആരുമില്ല. അടുത്ത മുറിയിലേക്ക് കയറി വന്നു. അവിടെ അവശനായി ആരുമില്ലാതെ തളർന്നുറങ്ങുന്ന എന്നെ കണ്ടു. എന്നെ കണ്ടിട്ട് അദ്ദേഹം എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് എന്നെ മാറോട് ചേർത്ത് നിർത്തി വിങ്ങി വിങ്ങി പൊട്ടി പൊട്ടി കരയുന്ന അദ്ദേഹത്തിന്റെ ചൂട് കണ്ണീരൊഴുകുന്നത് ഞാൻ എന്റെ ശരീരത്തിൽ അനുഭവിച്ചറിയാനിടയായി. എനിക്ക് മനസ്സിലായി, എന്റെ അച്ഛനല്ല, അമ്മമ്മ കഥയിലെ ഏതെങ്കിലും യക്ഷിയോ പിശാചോ ഭ്രാന്തനോ ആകട്ടെ എന്നെ കൊന്നുകൊള്ളട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അനങ്ങാതെ നിന്നു. ഇത്തിരി കഴിഞ്ഞപ്പോ ആ ശബ്ദം എന്റെ കാതിൽ പതിച്ചു. ഞങ്ങളെ അയൽവാസിയായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ശബ്ദം കൂടുതലുള്ള മനുഷ്യനാണ്. ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഞങ്ങളെയൊക്കെ അമ്മ പറഞ്ഞ് പഠിപ്പിക്കും, ആ അച്ചായനെ വിളിക്കും, നിങ്ങളെ അച്ചായന് കൊടുക്കും, അതുകൊണ്ട് ഭക്ഷണം പെട്ടെന്ന് കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരാളാ. അച്ചായന് ക്രിസ്ത്യാനിയാണ്, യാക്കോക്കാരനാ, പക്ഷെ പള്ളിയിൽ പോകാറില്ല. പള്ളിയും പട്ടും അല്ലെങ്കിൽ ദേവനും ഒന്നും വേണ്ടെന്ന് പറഞ്ഞു നടക്കുന്ന ആളാ. പ്രത്യേക ശാസ്ത്രം വിശ്വസിക്കുന്ന ആളാന്നാ പറയുന്നത്. യുക്തിവാദിയൊക്കെ ആയിരുന്നു. ആ അച്ചായനാ എന്റെ അടുത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അനുഭവിച്ച കഥകളുണ്ട് ഒത്തിരി. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അച്ഛന്മാരുടെ ഭാഷയിലും കന്യാസികളുടെ കോൺവെന്റിലും ഒക്കെ ഒരു ദിവസമെങ്കിലും ഞാൻ നടന്നിട്ടുണ്ട്. ഓരോ വീട്ടിലും എന്നെ മാറി മാറി താമസിപ്പിക്കുമായിരുന്നു. ഒരു വീട്ടിൽ 2 ദിവസം, പിന്നെ മറ്റൊരു വീട്ടില്. ഒരു വീട്ടുകാർ പറഞ്ഞു, ഞങ്ങൾ നിന്നെ ആയുഷ്കാലം നോക്കാം. ആ അച്ഛൻ പറഞ്ഞു, എടാ ഞാൻ മീൻ കച്ചവടക്കാരനാ, എന്റെ ഭാര്യ ഏലത്തോട്ട തൊഴിലാളി, അവള് ജോലിക്ക് പോകും, നീ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞ് എന്നെ ഒരു ദിവസം അവരുടെ വീട്ടിൽ താമസിപ്പിച്ചു. ഞാൻ എന്തോ പ്രാഥമിക ആവശ്യം വന്ന് ഞാൻ പുറത്തിറങ്ങിയപ്പോ അവിടെ മുറ്റത്തിന്റെ സൈഡിൽ കുത്തിരുന്ന് വലിയൊരു കുഴി വെട്ടിയിട്ടുണ്ടായിരുന്നു. ആ കുഴിക്കകത്ത് ഞാൻ വീണു. ആ അമ്മാമ്മ ജോലി കഴിഞ്ഞ് വരുന്ന സമയം വരെ ആ കുഴിയിൽ ഞാൻ കിടന്നു. ഞാൻ പിന്നെ എന്റെ കൈ കൊണ്ട് ബ്രെയിലിൽ വായിച്ചിട്ടുണ്ട്, നാശകരമായ കുഴിയിലും പുഴഞ്ഞ ചേറ്റിലും കിടന്നിരുന്നു. ഞാൻ പറഞ്ഞ എന്താ അറിയോ, ഇത്രമാത്രം ഒറ്റപ്പെട്ടവനായിരുന്നു, ഉപേക്ഷിക്കപ്പെട്ടവനായിരുന്നു, ആരും ഇല്ലാത്തവനായിരുന്നു. അവിടുന്ന് ആ ദൈവം എന്നെ സ്നേഹിച്ചത്. എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, കട്ടിലിരുത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ കർത്താവ് തമ്പുരാൻ ലോകത്തിലായിരുന്നപ്പോ അനേക കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു, അനേക ചീടന്മാർക്ക് കേൾവി കൊടുത്തു, മുടന്തന്മാരായുള്ളവരെ നടത്തുമാറാക്കി, തന്നെപ്പോലെ എന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു, ശത്രുക്കൾക്ക് വിശക്കുന്നെങ്കിൽ ആഹാരം കൊടുക്കാൻ പഠിപ്പിച്ചു, ശത്രുക്കളെ സ്നേഹിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒക്കെ ഒരു മനസ്സ് ഉള്ള ദൈവത്തെ കുറിച്ച് പറഞ്ഞു തന്നു. അവസാനം ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ കർത്താവ് തമ്പുരാൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള വേഷം സമത്വം മുറുകെ പിടിക്കാതെ വണ്ണം വേഷത്തിൽ മനുഷ്യനായി നമുക്ക് വേണ്ടി താണ ലോകത്തിൽ വന്നു. ക്രൂശിലോളം കർത്താവ് നമുക്ക് വേണ്ടി ജീവനെ അർപ്പിച്ചു. ക്രൂശിലോളം നമ്മളോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചു. ദൈവത്തിന്റെ സ്വന്തം രക്തം നമുക്ക് വേണ്ടി ഊറ്റി, കർത്താവിന്റെ സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി വെച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി ഇപ്പൊ പക്ഷപാതം ചെയ്യുന്നു. ആ യേശു വീണ്ടും വരും. ആ യേശു വീണ്ടും വരുമ്പോ ഇവിടെ ഭാഗ്യ നേത്രങ്ങൾക്ക് കാഴ്ചയില്ലാതെ തപ്പിത്തടയുന്ന ജീവിതമല്ല, നമുക്കൊരു നിത്യജീവനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അനവധി കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ലേ? അപ്പൊ അത് എന്നോട് പറഞ്ഞു, മോനെ ഞാൻ ക്രിസ്ത്യാനിയായിരുന്നു, പക്ഷെ ദൈവത്തെ അറിഞ്ഞത് കഴിഞ്ഞ നാളുകളിലാണ്. എന്നിട്ട് പറഞ്ഞു, അങ്ങനെയല്ല, യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു വാക്യം ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വായിച്ചു കേൾപ്പിച്ചു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് വർഗം നോക്കാതെ, വർണ്ണം നോക്കാതെ, ഭാഷ നോക്കാതെ, വേഷം നോക്കാതെ, ലിംഗം നോക്കാതെ, വർണ്ണം നോക്കാതെ എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു, ആണിനെയും പെണ്ണിനെയും. അതുപോലെ ഏത് ആളുകളെ ആയാലും എല്ലാവരെയും വർണ്ണമോ വർഗമോ നോക്കാതെ എല്ലാവർക്കും വേണ്ടിയാണ് യേശുവിന്റെ രക്തം ചിന്തിയത്. യേശുവിന്റെ ജീവൻ വെച്ചത് എല്ലാവർക്കും വേണ്ടിയാണ് എന്ന് എന്നോട് പറഞ്ഞു. ഞാന് യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ല. ഞങ്ങളുടെ വീട്ടിലെ ഈ ഹൈന്ദവരുടെ വേദപ്രമാണം എന്ന് പറയുന്ന പോലെ എല്ലാവരും അറിയുന്ന പോലെ
ഭഗവത്ഗീതയോ ഭാഗവതോ ഗീതയോ രാമായണയോ ഒന്നുമല്ല, വേദങ്ങളാണ്. വേദങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, ശാസ്ത്രങ്ങളുണ്ട്. അപ്പോ അതിലേക്ക് കണക്കുകളുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. വേദങ്ങള്, ശാസ്ത്രങ്ങള്, ഉപനിഷത്തുകളൊക്കെ ഉണ്ട്. അച്ഛനെല്ലാം വായിക്കും. അതിന്റെ കൂടെ ഈ ബൈബിളും വായിച്ചു. അച്ഛന് ഇംഗ്ലീഷ് ഒരു കർണാടകയിൽ വെച്ചൊരു ഷിമോവയെ വെച്ചൊരു സായിപ്പ് കൊടുത്ത ഒരു ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ അതിന്റെ ഒരു മലയാളവും വായിച്ചു. അപ്പൊ അതിന്റെ സാംസ് ഒക്കെ വായിക്കുമ്പോൾ നല്ല സുഖം തോന്നാറുണ്ട്. അച്ഛൻ പറയും ഇത് സെലക്ടഡ് ബുക്ക് എന്ന് പറയും, ഇത് സെലക്ട് ആയിട്ടൊരു ബുക്കാണ്, സ്പെഷ്യലാണെന്ന് പറയും. എന്തോ അച്ഛനൊരു രഹസ്യ ക്രിസ്ത്യാനിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരിക്കലും പള്ളിയിൽ പോയിട്ടില്ല, ഒരു സഭായത്തിന് പോയിട്ടില്ല, പക്ഷേ യേശുവിനോട് പ്രാർത്ഥിക്കുന്നതായിട്ട് എനിക്ക് തിരിച്ചിട്ടുണ്ട്. കാരണം ബൈബിൾ അത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ബൈബിൾ വായിച്ചു കേൾക്കുക അല്ലാതെ ഒരിക്കലും ഒരു പരസ്യവും കേട്ടു. അച്ഛൻ എന്നെ എടുത്തുകൊണ്ട് എവിടെയോ പോകുന്ന സമയത്ത് ഒരു പരസ്യവും ഞാൻ കേട്ടു. അത് ഓർക്കുന്നുണ്ട്. പ്രസംഗിക്കുന്നു, ഒരാൾ വിളിച്ചു പറഞ്ഞു കൊടുക്കുന്നു, രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നു, അങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ട്. അതല്ലാതെ ഞങ്ങളുടെ അടുത്തൊരു CSI പള്ളിയുണ്ട്, അവിടുത്തെ പാട്ട് കേൾക്കും. അതല്ലാതെ യേശുവിനെ കുറിച്ച് ഒന്നും എനിക്കറിയത്തില്ല. ഹു ഈസ് ക്രൈസ്റ്റ്, വാട്ട് ഈസ് ക്രിസ്ത്യാനിറ്റി, വാട്ട് ഈസ് ഫണ്ടമെന്റൽസ് ഓഫ് ദ ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ആരാണ് യേശു, എന്താണ് യേശുവിന്റെ പഠിപ്പിക്കൽ, എന്താണ് യേശുവിന്റെ ദൗത്യം എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പറയുന്നു, എന്നിട്ട് എന്നോട് ഒത്തിരി കാര്യം പറഞ്ഞു. എന്നോട് അവസാനം പറഞ്ഞു, മോനെ ഇന്ന് എന്റെ വീട്ടിൽ ഒരു പ്രാർത്ഥന, എന്നെ ആ കൈക്ക് പിടിച്ച് എന്നെ അടുത്ത് കട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞെന്ന് പറഞ്ഞില്ലേ, ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, എന്റെ വീട്ടിലൊരു പ്രാർത്ഥന നടക്കുന്നു, സന്ധ്യാസമയത്താണ്, നീ വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഒരു വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാനോ ഒരു വീട്ടിൽ വന്ന് താമസിക്കാനോ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞു, അച്ചായൻ ഇന്ന് എന്നെ കൊണ്ടുപോകും, അച്ചായൻ ഇന്ന് എനിക്ക് ഭക്ഷണം തരും, കിടക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും, നാളെ രാവിലെ എന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് എന്നെ ഇവിടെ കൊണ്ടുവിടും. അപ്പൊ അച്ചായൻ പറഞ്ഞു, നീ പറഞ്ഞ വാസ്തവമാണ്, സത്യമാണ്, ഞാൻ നിന്നെ കൈക്ക് പിടിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് എന്റെ വീട്ടിൽ കൊണ്ടുപോകും, ഇന്ന് നിനക്ക് ഭക്ഷണം തരും, കിടക്കാനുള്ള കാര്യങ്ങൾ സംവിധാനം ചെയ്തു തരും, പക്ഷെ രാവിലെ നിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഇവിടെ തിരികെ കൊണ്ട് വിടും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, എന്റെ അടുക്കൽ വരുന്നവനെ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല, തള്ളിക്കളയുന്ന ഇല്ല എന്ന് പറഞ്ഞൊരു യേശു നമുക്ക് വേണ്ടിയുണ്ട്. പെറ്റതള്ള മറന്നാലും മറക്കാത്തൊരു യേശു നമുക്ക് വേണ്ടിയുണ്ട്. ആ യേശു സ്വർഗത്തിൽ ജീവിക്കുന്നു. ആ യേശു വീണ്ടും വരും. അന്ന് കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നമ്മളെല്ലാ പേരും സ്വന്തം മുഖങ്ങൾ കൊണ്ട് അന്യോന്യം കാണുന്നൊരു സുദിനം വരുമെന്ന് പറഞ്ഞു. എനിക്ക് സുദിനവും വിശ്വാസമില്ല, യേശുവിനെയും വിശ്വാസമില്ല, സുവിശേഷനും വിശ്വാസമില്ല. ഞാൻ എത്ര പള്ളിയിൽ പോയിരിക്കുന്നു, എത്ര മോസ്കുകളിൽ പോയിരിക്കുന്നു, എത്ര ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പോയിരിക്കുന്നു, അവരൊന്നും എനിക്കൊരു ആശ്വാസവും അവരൊന്നും എനിക്കൊരു പ്രത്യാശയും വിശ്വാസം വരുന്ന ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ അച്ഛന്മാരുടെ വാസനയിൽ പോയിട്ടുണ്ട്, അവര് സുവിശേഷം പറഞ്ഞിട്ടില്ല. കന്യാസ്ത്രീയുടെ കോൺവെന്റിൽ പോയിട്ടുണ്ട്, അവിടെ പോയി പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് കന്യാസ്ത്രീകളെ പഠിപ്പിക്കാനും എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അവരൊന്നും ഒരിക്കലും എന്നോട് സുവിശേഷം പറഞ്ഞിട്ടില്ല. അപ്പോ ഈ ദേവൻ എന്നോട് അങ്ങനെ പറഞ്ഞു. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നെ നിർബന്ധിച്ച് എടുത്തുകൊണ്ട് കൈക്ക് പിടിച്ചു അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി. സംസാരിക്കരുതേ, അപ്പൊ പതുക്കെ നോക്ക്. എന്നെ എടുത്തുകൊണ്ടും കൈക്ക് പിടിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ചു. ഒത്തിരി പേരില്ല. ഒരു സന്ധ്യാസമയത്ത് അവരുടെ വീട്ടിൽ ആരോ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്, വിരുന്നുകാർ അവരുടെ വീട്ടിലെ ബന്ധുക്കൾ വന്നിട്ടുണ്ട്, അല്ലാതെ ആ കുടുംബം മാത്രമേ ഉള്ളൂ. അവരെല്ലാം സന്ധ്യയായപ്പോൾ കൈയടിച്ച് പാട്ടുപാടി കർത്താവിനെ സ്തുതിക്കുന്നു, അന്യഭാഷ പറയുന്നു, ആരാധിക്കുന്നു എന്ന് അവര് പറയുന്നു. എന്നെ അതിന്റെ നടുവിലിരുത്തി. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു വെള്ളിനിക്കർ ഒരു മുറുക്കയ്യൻ ഷർട്ട് വിട്ട് ഞാൻ അവരുടെ നടുവിലിരുന്നു, തല കുമ്പിട്ടിരുന്നു. നോക്കാൻ പറ്റില്ലല്ലോ. അവർ കൈയടിക്കുന്നു, ആർത്തു വിളിക്കുന്നു, ഹല്ലേലൂയ പറയുന്നു, പാട്ട് പാടുന്നു. എന്റെ ചെവിയിലേക്ക് ഒരു ശബ്ദം കേൾക്കുകയല്ല, എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതി എന്നെനിക്ക് തോന്നി. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു, ഇവർക്ക് എങ്ങനെ പാടാൻ കഴിയുന്നു, എങ്ങനെ നേരെ തല ഉയർത്താൻ പറ്റുന്നു, എങ്ങനെ പാട്ട് പാടാൻ കഴിയുന്നു, ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാനും സ്തുതിക്കാനും ഒക്കെ എങ്ങനെ കഴിയുന്നു? എനിക്കൊന്നിനും കഴിയുന്നില്ലല്ലോ. ഇവർ പറയുന്നത് സത്യമായിരിക്കുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അതിനുശേഷം അദ്ദേഹം തന്നെ എഴുന്നേറ്റ് നിന്ന് ബൈബിളിൽ നിന്നൊരു ഭാഗം വായിച്ചു. അതിതാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യമാണ്. അത് ഞാൻ വേണേ പറഞ്ഞു കേൾപ്പിക്കാം. അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യെരൂശലേമിനെ സംബന്ധിച്ച് ഒരു പ്രവചനം ആ വിഷയം, അത് വായിക്കുക. യെരൂശലേമിനെ സംബന്ധിച്ച് കർത്താവ് പറഞ്ഞ ഒരു പ്രവചന വിഷയമാണ് അത്.
അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ടു, അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് സമാധാനം അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഇത് നമുക്ക് വേണ്ടി എഴുതിയല്ല, നമ്മുടെ കാലഘട്ടത്തിലും എഴുതിയല്ല. പക്ഷേ ഈ ബൈബിളിൽ ഏത് വാക്ക് ഏത് കാലഘട്ടത്തിൽ എപ്പോഴും മനുഷ്യനോട് സംവദിക്കും, മനുഷ്യനോട് ഇടപെടുന്ന ഒരു സംഗതിയാണ് ബൈബിളിലെ വാക്യങ്ങൾ മാത്രം. അങ്ങനെ മറ്റ് ജ്ഞാനവേദങ്ങളെ, ശാസ്ത്രങ്ങളെ, ഉപദേശങ്ങളെ പരിശോധിച്ചിട്ടുണ്ട്. അവിടെയൊന്നും അങ്ങനെ നമ്മളോട് ഹൃദയത്തോട് ഹട്ട് ചെയ്യുന്ന ഒരു സംഗതി, ഹൃദയത്തോട് ഇടപെടുന്ന ഒരു സംഗതി എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ബൈബിളിലെ അങ്ങനെയല്ല. നമുക്ക് പേടിയോ ഭയമോ നിരാശയോ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാക്കും. അവൻ നഗരത്തിന് സമീപിച്ചു, അതിനെക്കുറിച്ച് പറഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളതെന്ന് എറിഞ്ഞെങ്കിൽ. ഞാൻ ചിന്തിച്ചു, സമാധാനം എന്നൊന്നുണ്ടോ? ഹൈന്ദവനും അനാഥനും അന്ധനുമായിരിക്കുന്ന എനിക്ക് ഈ സമാധാനം പ്രാപിക്കാൻ കഴിയുമോ എന്ന് ഞാൻ ചിന്തിച്ചു. എന്നിട്ട് ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ചോദിച്ചു, അച്ഛാ, നിങ്ങൾ പറയുന്നത് സത്യമാണോ? നിങ്ങൾ ഈ സമാധാനം പ്രാപിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറയുന്ന യേശു സന്തോഷവും സമാധാനവും പ്രത്യാശയും തരുവോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സമാധാനത്തിന്റെ പ്രഭുവായ യേശുവിനെ കണ്ടാൽ നിത്യ സമാധാനം പ്രാപിക്കും. ലോകത്തിന്റെ വെളിച്ചമായ യേശുവിനെ അറിഞ്ഞാൽ ഇവിടെ ബാഹ്യ നേത്രങ്ങൾക്ക് കാഴ്ചയില്ലെങ്കിലും ആന്തരിക നേത്രം പ്രകാശിക്കും. അതുകൊണ്ട് മാത്രമല്ല, യേശുവിന്റെ പ്രത്യക്ഷതയിൽ നമ്മളെല്ലാം സ്വന്തം മുഖം കൊണ്ട് അന്യോന്യം കാണും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയുമോ, എന്നോട് രാത്രി മുഴുവൻ അവർ സുവിശേഷം പറയുക. എന്നോട് സുവിശേഷം പറഞ്ഞിട്ട് അവർക്കൊന്നും നേടാനില്ല, എന്നോടൊന്നും ചൂഷണം ചെയ്യാനില്ല. അവർക്ക് നഷ്ടം വരികയുള്ളൂ. ആഹാരമായാലും സമയമായാലും എന്തായാലും അവർക്ക് നഷ്ടമേ വരുള്ളൂ. എനിക്ക് ഒന്നും വരാനില്ല. പിന്നെ എന്തിനാണ് ഇവർ ഇത്രയും നേരം എന്നോട് അവർ മാറി മാറി ഓരോരുത്തരും സ്നേഹത്തോടെ എന്നോട് ഇടപെടുന്നു ഒക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളെ ഇനി ഒന്നും പറയണ്ട. നിങ്ങൾ പറയുന്ന യേശു സമാധാനവും സന്തോഷവും തരുമെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മാത്രം ഞാൻ കരുതുന്നു. വിശ്വാസം ഉണ്ടായിട്ട് പറഞ്ഞതല്ല. അവരെന്നോട് പറയുന്ന സുവിശേഷം പറയുന്നത് നിർത്താൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് തന്നെ എന്റെ തലയിലും എന്റെ തോളത്തും എല്ലാം കൈവച്ചുകൊണ്ട് അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ നിമിഷം ഒരു ശക്തി എന്നിലേക്ക് വരുന്നത് പോലെ തോന്നി. ആരോ എന്നോട് എന്തൊക്കെയോ സംസാരിക്കുന്ന പോലെ തോന്നി. ഞാൻ അറിയാതെ എന്റെ തല, ഉരിഞ്ഞിരുന്ന തല ഞാൻ ഉയർത്തി. എന്നിട്ട് എനിക്ക് എന്റെ ശരീരത്താരോ കൈക്ക് ആരോ പിടിക്കുന്ന പോലെയോ ഒരു കരണ്ടടിക്കുന്ന പോലെയോ എന്തോ ഒരു ശക്തി എന്നിലേക്ക് പ്രവഹിക്കുന്നതിന് തോന്നി. എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവർ പറയുന്നേക്കാൾ വലിയ സത്യമാണ് ആയിരിക്കാം യേശു. ഇവർ പറയുന്നേക്കാൾ ശക്തിയാകാം യേശു എന്ന് ചിന്തിച്ചു. അങ്ങനെ എനിക്ക് അവര് ഒരുക്കി തന്ന ഭക്ഷണം തന്നു, കിടക്കാനുള്ള സംവിധാനം തന്നു. അവരുടെ കട്ടിൽ ഞാൻ കിടന്നുറങ്ങി. ഞാൻ മുൻപ് പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു, എല്ലാവരും വെറുക്കപ്പെട്ട് ഒത്തിരി ഒത്തിരി അനുഭവം ഉണ്ട്. അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട്. അതൊന്നും പറയാൻ എനിക്ക് ഇപ്പൊ അതിനുള്ള മനസ്സ് വരുന്നില്ല. ഒത്തിരിപ്പെട്ട സംഗതികളുണ്ട്. കുറച്ച് നാളുകളെ ഉള്ളതിലും അത് സമ്മത്സരം പോലെയാ തോന്നിയത്. ദുഃഖ കഥകൾ ഒത്തിരി ഉണ്ട്. അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പോലും അത് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഹൃദയമുള്ളവർക്ക് അത് താങ്ങാൻ പറ്റാത്ത പോലെയുള്ള അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഞാൻ പറഞ്ഞില്ല. എന്തായാലും ഒറ്റപ്പെട്ടപ്പോ തള്ളപ്പെട്ടപ്പോൾ ഞാൻ ഉറങ്ങാറില്ല. രാത്രി അമ്മയുടെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കും, അച്ഛന്റെ ശബ്ദം, ചേച്ചിയുടെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കും. എന്നെ വന്ന് കൊണ്ടുപോകും, സ്കൂളിൽ ചേർക്കും എന്നൊക്കെ എന്റെ വിശ്വാസമുണ്ട്. രാത്രി അറിയത്തില്ല, പകൽ അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് കേട്ട രാത്രിയിൽ എനിക്ക് സുഖമായി ഉറങ്ങാൻ കഴിഞ്ഞു. അതാണ് എന്റെ ആദ്യത്തെ സാക്ഷ്യം. സുഖമായി ഞാനൊന്ന് ഉറങ്ങി അന്ന്. ഇനി ഞാനൊന്ന് ഉറങ്ങട്ടെ എന്നൊരു ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് തോന്നി, അതിനുശേഷം എനിക്കും അങ്ങനെ പറയാൻ തോന്നി, അന്ന് ഞാനൊന്ന് ഉറങ്ങി. അന്ന് ഉറങ്ങി. എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവര് പറയുന്ന സത്യമായിരിക്കാം. ഇന്നലെ അവർ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ഉള്ളിലേക്ക് ഒരു ശക്തി പ്രകാശം വന്നതുപോലെ തോന്നി. അത് അവർ പറഞ്ഞുണ്ടാക്കിയ തോന്നലാണോ? നമ്മളെ ചില തോന്നലിലേക്ക് ചില ടെലിപ്പതിയും പാരാസൈക്കോളജി ഹിപ്നോട്ടിസും ഒക്കെ എത്തിക്കുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ആണോ? നമ്മളെ പറഞ്ഞ ആ തലത്തിലേക്ക് എത്തിച്ചതാണോ? ഇമോഷണൽ ആക്കിയതാണോ? അതോ സത്യമാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അവരുടെ ക്ലോക്കിൽ ബെല്ലടിച്ചു 5 മണി. ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചു. ജീവിതത്തിൽ ആദ്യമായി എനിക്ക് 4 വാക്കോ 3 വാക്കോ അറിയത്തുള്ളായിരുന്നു. കർത്താവേ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഇത്രയും മാത്രമേ അറിയുള്ളൂ. ഞാൻ ജീവിതത്തിൽ അവരുടെ ക്ലോക്കിൽ ബെല്ലടിച്ചു 5 മണി ക്ലോക്ക് എണ്ണി. എന്നിട്ട് ഞാൻ ജീവിതത്തിൽ അവർ കട്ടിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചു. ആദ്യമായി, കർത്താവേ,
യേശുവേ, അങ്ങാണോ സാക്ഷാൽ ഈശ്വരൻ? ഇന്നലെ അവർ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ഉള്ളിലേക്ക് ഒരു ശക്തിയും പ്രകാശവും വന്നതുപോലെ എനിക്ക് തോന്നി. അത് മാത്രമല്ല, എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ സൂര്യന്റെ വെളിച്ചവും ചന്ദ്രന്റെ പ്രകാശവും നക്ഷത്രങ്ങളെയും എന്റെ അച്ഛനെയും അമ്മയും ഒക്കെ മുഖങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സസ്യങ്ങളെ കണ്ടിട്ടുണ്ട്, പ്രപഞ്ചത്തെ കണ്ടിട്ടുണ്ട്. ഇനി എനിക്ക് ഒരിക്കലും കാണാൻ കഴിയില്ലെന്നാ ഡോക്ടർമാര് പറയുന്നത്. എനിക്കിപ്പോൾ വിശ്വാസവും ഇല്ല. പക്ഷേ അങ്ങ് സാക്ഷാൽ ഈശ്വരൻ, അങ്ങയുടെ പേരാണ് യേശു എങ്കിൽ എന്റെ ചെറിയ പ്രായത്തിൽ കണ്ട ആ സൂര്യന്റെ വെളിച്ചം എന്നെ ഒറ്റ പ്രാവശ്യം കാണിക്കണം. അങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി മാത്രം ആ പ്രകാശം എന്നെ ഒരു പ്രാവശ്യം കാണിക്കണം. എന്റെ രണ്ടാമത്തെ പ്രാർത്ഥന, കർത്താവേ, ഞാൻ ഇന്നുവരെ കേട്ട മനുഷ്യന്റെ ശബ്ദമല്ലാത്ത ഒരു വ്യത്യസ്തമായ ശബ്ദം എന്നെ കേൾപ്പിക്കണം എന്ന് പറഞ്ഞു. എന്റെ മൂന്നാമതൊരു പ്രാർത്ഥനയും കൂടെ ഉണ്ട്, അതും കൂടെ പറയാം. അതിങ്ങനെയാണ്: എന്റെ 5 വയസ്സ് പ്രായമുള്ളപ്പോ ഒരു ഹൈന്ദവയായ ചേച്ചി ഒരു പക്ഷിയും കൊണ്ട് വന്ന് എല്ലാ വീട്ടിലും വന്നവര് ലക്ഷണം പറയുന്നു, ഭാവി പറയുന്നു. എന്റെ ചേച്ചി ചോദിച്ചു, എന്റെ ഈ മോനെ, എന്റെ ഇളയ ആങ്ങളെയാണ്, അന്ന് എനിക്ക് കാഴ്ചയുള്ള സമയത്താ ഈ കുട്ടിയെ കുറിച്ച് എന്താ പക്ഷി പറയുന്നത്? ദൈവം പറയുന്നതും മനുഷ്യൻ പറയുന്നതും ചേച്ചി പറയുന്നതല്ല, ഈ പക്ഷിക്ക് എന്താ പറയാനുള്ളത് എന്റെ ചേച്ചി ചോദിക്കുക. അപ്പൊ അവര് പക്ഷിയോട് പറയാ, ഇവന്റെ ഭാവി ഫലം പറയൂ എന്ന് പറഞ്ഞു. അവര് പറയുന്ന ഭാഷയൊക്കെ അന്ന് ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു, ഇന്ന് മറന്നുപോയി. അവരെ കുട്ടിയെന്നൊന്നുമല്ല, കൊമ്പൻ എന്നൊക്കെ പറഞ്ഞ ഓരോ ഭാഷയൊക്കെ പറയുന്നത് അവരുടെ രീതിയില്. എന്നിട്ട് അവർ പക്ഷിയോട് പറഞ്ഞു ഒരു ചിത്രം എടുക്കാൻ പറഞ്ഞു. അവർ പക്ഷി ഒരു ചിത്രം എടുത്തു. നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മൾ എന്ത് കണ്ടാലും നമ്മൾ ഓർത്തിരിക്കും. ചെറിയ പ്രായത്തിൽ ഞാനും ഓർക്കുന്നു, ആ പക്ഷിയെ കൊണ്ടൊരു ചിത്രം എടുത്തിട്ട് എന്റെ കയ്യിലേക്ക് അവർ തന്നു, നോക്കാൻ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. അവര് പറയുന്നു, നിന്റെ ആരാധനാമൂർത്തി, നിന്റെ ഇഷ്ടദേവത ഈശോ അഥവാ യേശുവാണ്. യേശുവിന്റെ ക്രൂശിത രൂപമാണ് പക്ഷി എടുത്ത് കാണിച്ചത്. എന്നാലും ചേച്ചിയുടെ അമ്മയോടും എല്ലാം പറഞ്ഞു, ഈ കുട്ടിയുടെ ചുമതല, ഈ കുട്ടിയുടെ ഉത്തരവാദിത്വം യേശു നിർവഹിക്കും, നിങ്ങൾ അവനെ കുറിച്ച് ഭാരപ്പെടണ്ടെന്ന് പറഞ്ഞു. അവരെ പറഞ്ഞത് ആത്മാവിലാണോ വ്യാശാണോ ദൈവമാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാനത് കണ്ടതാണ്, ആ ചിത്രം. ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവേ, അത് ആരെങ്കിലും വരച്ചതാണോ ഫോട്ടോ എടുത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നെ വിശ്വസിപ്പിക്കുവാൻ അങ്ങയുടെ ക്രൂശിത രൂപം എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്ന അനുഭവം എനിക്കുണ്ടാകണം. എനിക്കത് കാണണം എന്ന് പറഞ്ഞു. 3 പ്രാർത്ഥന: സൂര്യന്റെ വെളിച്ചം കാണിക്കണം, വ്യത്യസ്തമായ മനുഷ്യന്റെ ശബ്ദമല്ലാത്ത വ്യത്യസ്തമായ ശബ്ദം കേൾപ്പിക്കണം, 3ാമത് കർത്താവിന്റെ ക്രൂശിത രൂപം എന്നെ കാണിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സാക്ഷ്യം പറയാൻ കാരണം ആ ഒറ്റ ദർശനമാണ്. ഞാൻ പറയും, കർത്താവേ, ഇത് എന്നെ കേൾപ്പിക്കുകയും കാണിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ സമയം 1000 സൂര്യന്മാർ ഒന്നിച്ച് പ്രകാശിക്കുന്ന വലിയ പ്രകാശം എന്നെ ചുറ്റി മിന്നിട്ട് പറഞ്ഞു, ഞാനാകുന്നു യേശു, ഞാൻ ഈശോ, ഞാൻ നിന്നെ സംരക്ഷിക്കും, സഹായിക്കും, സൂക്ഷിക്കും, പരിപാലിക്കും, മാത്രമല്ല നിന്നെ എന്റെ ദാസനായി ഞാൻ ഉപയോഗിക്കുമെന്ന് പറയുന്ന ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു. യേശുവിന്റെ ശബ്ദവും യേശുവിന്റെ ക്രൂശിത രൂപവും സൂര്യന്റെ ഒരു വലിയ പ്രകാശം കാണുകയും ചെയ്തു. ഞാൻ അവിടെ കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് തുള്ളിച്ചാടി അന്യഭാഷ പറഞ്ഞു. ആ കുടുംബം പറയുന്നത് എനിക്കറിയത്തില്ല. ഞാൻ രക്ഷിക്കപ്പെട്ടില്ല, സ്നാനപ്പെട്ടില്ല, മാനസാന്തരപ്പെട്ടില്ല, ഒന്നും ചെയ്തില്ല. ആ സമയത്ത് അങ്ങനെ സംഭവിച്ചെന്ന് ആ അയൽവാസികളായ വീട്ടുകാർ പറയുന്നു. അന്ന് മുതൽ എന്റെ മുഖത്തൊരു പ്രകാശം വന്നു എന്ന് പറയുന്നു. ഒരിക്കലും തനിയെ നടക്കാൻ കഴിയില്ല, ആരെങ്കിലും കൈക്ക് പിടിച്ചു നടക്കും. അന്ന് തന്നെ ഞാൻ തന്നെ ചെറിയ മുറ്റത്തോട്ടിറങ്ങാൻ തുടങ്ങി. അടുത്ത സമീപപ്രദേശത്തോട്ട് പതുക്കെ കാലെത്തിച്ച് നടക്കാൻ തുടങ്ങി. അതാണ് എന്റെ ജീവിതത്തിലെ അനുഭവം. അന്ന് മുതൽ ഇന്ന് വരെ സന്തോഷമുള്ളവനായി, സമാധാനമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. എനിക്ക് ഈ അവസരം നൽകിയ പാസ്റ്റർമാരത്തെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്റെ വീട്ടിലിരുന്നല്ല പറയുന്നത്, എന്റെ ഒരു നല്ല സുഹൃത്തുക്കളുടെ വീട്ടിലാണ്. ബ്രദർ പ്രദീപ് ഹൈന്ദവനായിരുന്നു, യേശുവിനെ അറിഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യ സിന്ധു, കുട്ടികളുണ്ട്, അവരെ ഞാൻ കണ്ടിട്ടില്ല. എന്തിന്? എന്റെ ഭാര്യ ജെസ്സിയെ 32 വർഷം എന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് എനിക്ക് വേണ്ട എല്ലാം ചെയ്തു തന്ന ജെസ്സിയെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ 2 കുട്ടികൾ നല്ല കുട്ടികളാന്നാ പറയുന്നത്, അവരെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ഒരുപക്ഷെ എന്നെ കാണുന്നുണ്ടാവാം, ഞാൻ നിങ്ങളെ കാണുന്നില്ല. എനിക്ക് ദുഃഖമില്ല, നിരാശയില്ല. കാരണം എന്താ? വിഖ്യാതനായ ഇംഗ്ലീഷ് കവിയായ മിൽട്ടൺ ഇങ്ങനെ പറഞ്ഞു,
ബ്ലൈൻഡ്നെസ് ഈസ് ഗിഫ്റ്റ് ഫ്രം ഗോഡ്. അന്ധത ദൈവത്തിന്റെ സമ്മാനമാണെന്ന് പറഞ്ഞു. പൗലൂസ് പറഞ്ഞു, എന്താണ് കഷ്ടത്തിലായത് ഗുണം കൂടി, കഷ്ടം സഹിക്കാൻ എനിക്ക് വരം ലഭിച്ചിരിക്കുന്നു എന്ന് പൗലൂസ് പറഞ്ഞു. സെന്റ് പോൾ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ യേശു പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എന്റെ ശക്തി അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പോ നമുക്ക് യേശുവിനെ കാണാനുള്ള ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ഇവിടെ കാഴ്ചയില്ലെങ്കിലും എനിക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നമ്മൾ എല്ലാ പേരും സ്വന്തം മുഖം കൊണ്ട് അന്യോന്യം കാണുന്ന ഒരു സുദിനം വരുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ആ പ്രത്യാശ പ്രാപിച്ചവര് താങ്കൾ ഇരിക്കുന്ന ഇടത്തിരുന്നുകൊണ്ട് കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആരെങ്കിലും ഇപ്പൊ കാണുന്നത് അറിയത്തില്ല, പക്ഷെ ഇത് കാണുമ്പോ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ദൈവത്തിന് മഹത്വം കൊടുക്കണം. അതാണ് നമ്മളെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ഇനി ഒത്തിരി കാര്യമുണ്ട്. കാഴ്ചയില്ലാത്ത എന്നെ ദൈവം പഠിപ്പിച്ചു. എന്റെ ചേച്ചി എന്നെ ഓർത്തു, എന്നെ തിരികെ വന്നു, സ്കൂളിൽ പോയി, കോളേജിൽ പോയി, ഞാനൊരു കലാകാരനായി മാറി. കേരളം ഭാരതം അറിയുന്ന ഒരു കലാകാരനായി മാറി. ആകാശവാണിയിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഓഡിയോ സെക്കൻഡ് ഗ്രേഡ് ആർട്ടിസ്റ്റ് ആകാൻ ദൈവം എന്നെ സഹായിച്ചു. അതിനുശേഷം ഞാനൊരു പ്രവർത്തനം ആരംഭിച്ചു. സാറേ അതൊക്കെ പറയാം, സാറിന് സമയം ഉണ്ടെങ്കിൽ സാർ അതെല്ലാം കുറേശ്ശെ പറഞ്ഞാൽ. ഞാനിത് പറഞ്ഞെന്തിനാന്ന് ചോദിച്ചാൽ, എന്നെ ദൈവം എങ്ങനെ ഉപയോഗിക്കുന്നു നിങ്ങൾ അറിയണം. എനിക്ക് സമ്പത്തില്ല, കാഴ്ച പരിമിതിയുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ സെക്യുലർ ആയിട്ടോ ഒന്നും ബിബ്ലിക്കലായിട്ടോ ഒന്നും ഒരു വലിയ തിയോളജി ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ദൈവം എന്നെ ഉപയോഗിക്കുന്നു. ഒന്നുമില്ലെങ്കിലും പരിമിതിയിലെ സ്വാധീനത ഉപയോഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആരോഗ്യവും ബലവും ശക്തിയും കൃപയും കഴിവും സമ്പത്തും സൗന്ദര്യവും എല്ലാ ബുദ്ധിയും ജ്ഞാനവും കൃപയും ഉള്ള നിങ്ങളെ എത്രമാത്രം ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. ഞാൻ എന്തിനാണെന്നറിയാമോ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ ജീവിച്ചത്? എനിക്ക് വേണമെങ്കിൽ ഒരു ജോലി കിട്ടാമായിരുന്നു. എന്റെ സുഹൃത്തുക്കൾ കാഴ്ചയില്ലാത്തവരൊക്കെ ടെലിഫോൺ ഓപ്പറേറ്ററുണ്ട്, സ്കൂളിലെ ടീച്ചർമാരുണ്ട്, കോളേജിൽ ലെക്ചറർമാരുണ്ട്, വക്കീലന്മാരുണ്ട്. നമ്മുടെ അടുത്ത സംസ്ഥാനത്ത് ഇവിടെ പ്ലേസ്മെന്റ് സർവീസ് ഓഫീസറായിട്ട് ബ്ലൈൻഡ് ഇരുന്നിട്ടുണ്ട്. DD ആയിട്ട് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് കാഴ്ചയില്ലാത്ത ആൾ ഇരുന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട രാജൻ സാറ്, ബഹുമാനപ്പെട്ട PO സാറൊക്കെ ഉന്നത ഉദ്യോഗസ്ഥൻ, കേരളത്തിലെ ഉന്നത ഉദ്യോഗം വഹിച്ചവരാ. അപ്പൊ കാഴ്ചയില്ലാത്തവർക്ക് ഒന്നും കിട്ടത്തില്ല. അവര് ബങ്ക് നടത്തുന്നു, പാട്ട് പാടുന്നു, വയറ്റത്തടിച്ച് നടക്കുന്നു എന്ന് മാത്രം ചിന്തിക്കാൻ പോരാ. അവരെ കൊണ്ട് ദൈവം ഒത്തിരി വൻകാര്യം ചെയ്യുന്നു. ബംഗാളിലെ ഗവർണർ ജനറലിന് അഡ്വൈസ് കൊടുക്കുന്ന ഒരു വക്കീലാണ് ദിവങ്കര റോയ് എന്ന് പറയുന്നൊരു ലോയറാണ്. അത് കാഴ്ചയില്ല. അതുപോലെ നമുക്കറിയാം സൂർദാസ്, ജോൺ മിൽട്ടൺ, ഹോമർ, കരങ്കല്ലർ, എത്രയോ പേരുണ്ട്. അവരെ കൊണ്ടൊക്കെ വലിയ സംഭാവന ദൈവം ചെയ്യിച്ചിട്ടുണ്ട്. ലൂയി ബ്രെയിൽ. അങ്ങനെയാണെങ്കിൽ പാവപ്പെട്ട നമ്മളെ കൊണ്ട് ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. എല്ലാ മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ച ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ്. എല്ലാവർക്കും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. എഫേസ്യർ 2:10 ഇങ്ങനെ പറയുന്നുണ്ട്, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം അവന്റെ കൈപ്പണിയായി എന്ന് പറഞ്ഞാൽ പിതാവിന്റെ കൈപ്പണിയായി. പിതാവിന്റെ കരം കൊണ്ട് നമ്മളെ മെനഞ്ഞു. എന്തിന്? സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരായിരിക്കുന്നു. അപ്പോ യേശുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാന്നുള്ളതല്ല. സമസൃഷ്ടർക്ക് വേണ്ടി, സഹവിശ്വാസികൾക്ക് വേണ്ടി, സഹജീവികൾക്ക് വേണ്ടി, സഹോദരന്മാർക്ക് വേണ്ടി, നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതാണ്. അല്ലാതെ ദൈവത്തിനൊന്നും നമ്മളെ കുറിച്ച് ആവശ്യമില്ല. ദൈവത്തിന് എല്ലാം ദൈവത്തിനുണ്ട്. ലോകവും അതിലുള്ളതൊക്കെ ഉളവാക്കിയ ദൈവത്തിന് മാനുഷ്യ കരങ്ങളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ലെന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നത്. അപ്പൊ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാന്നുള്ള അർത്ഥത്തിലല്ല, മനുഷ്യന് വേണ്ടി ചെയ്യുമ്പോൾ ദൈവം അംഗീകരിക്കും. അത് എന്റെ ഈ ചെറിയ ഒരു സഹോദരന് നിങ്ങൾ ചെയ്യുന്നതെല്ലാം എനിക്കാകുന്നു ചെയ്യുന്നത്. എന്റെ എളിയ സഹോദരന് ഒരുവിനെ ചെയ്യാഞ്ഞിടത്തോളം എല്ലാം എനിക്കാണ് നിങ്ങൾ ചെയ്യാതിരുന്നത്. അപ്പോ നമ്മുടെ സമശിഷ്ടരായ സഹവിശ്വാസികളെ സഹോദരന്മാർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതെല്ലാം ദൈവത്തിന്റെ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യപ്പെടും. അങ്ങനെ ഒരു ചിന്തയാണ് എന്നെ ഇങ്ങനെ ഇറക്കിയത്. അതുകൊണ്ട് ഒരു പുസ്തകം എടുത്തുകൊണ്ട് കാഴ്ചയില്ലാത്തതുകൊണ്ട് ഞാൻ ജീവിക്കാൻ ഇറങ്ങിയെന്ന് ആരും വിചാരിക്കരുത്. എനിക്ക് അത്യാവശ്യ വിദ്യാഭ്യാസം ദൈവം തന്നു. വേണമെങ്കിൽ ഒരു ജോലിക്കാരനാകാമായിരുന്നു, കലാകാരനായിരുന്നു, അറിയപ്പെട്ട ഒരു ആർട്ടിസ്റ്റായിരുന്നു ഞാൻ.
പഠിപ്പിച്ചിട്ടുണ്ട്. ബേസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്ത സ്കൂൾ. സാർ എങ്ങനെ പഠിച്ചു എന്ന് പറഞ്ഞാട്ടെ, ബ്രെയിൻ ലെറ്റർ അതങ്ങനെയാണോ? ഞാൻ ബ്ലൈൻഡ് സ്കൂളിൽ പോയി, സാധാ കോളേജിൽ പോയി പഠിച്ചു. കാഴ്ചയില്ലാത്തവർക്ക് സ്പെഷ്യൽ സ്കൂൾ 7ാം ക്ലാസ് വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് 8ാം ക്ലാസ് മുതൽ നിങ്ങളുടെ കൂടെ തന്നെയാണ് പഠിക്കുന്നത്. ഞങ്ങള് 8ാം ക്ലാസ് മുതൽ ബോർഡിൽ വായിക്കാൻ കഴിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കോളേജ് ചെന്നാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. അല്ലാത്തപ്പോ ചിലപ്പോ നമുക്ക് ജിയോഗ്രഫി ആയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വരയ്ക്കാനൊക്കെ ഉള്ളതുണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ ബ്ലൈൻഡ് കാൻഡിഡേറ്റ് എന്ന് എഴുതും. അങ്ങനെ ഇട്ടുകൊണ്ട് അത് മാർക്ക് കിട്ടും. പക്ഷെ കണക്കൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യും, സൂത്രവാക്യങ്ങൾ പറയും, എല്ലാം ചെയ്യും. സ്ക്രൈബ് സിസ്റ്റത്തിലാണ് പരീക്ഷ എഴുതുന്നത്. ഞാനിപ്പോ ഈ പറയുമ്പോ മറ്റുള്ളവർക്ക് ഒരു അറിവും കൂടെ ആകട്ടെ. സ്ക്രൈബ് സിസ്റ്റം എനിക്ക് വേണ്ടി ഇപ്പൊ മാഡം പരീക്ഷ എഴുതും, എന്നോട് ചോദിക്കും. ഞാൻ പരീക്ഷ എഴുതിയപ്പോ ഞാനൊരു ചേച്ചിയാണ് എനിക്ക് പരീക്ഷ എഴുതാൻ തന്നത്. ഞാൻ പറഞ്ഞു അവര് 10 വർഷമായി 10ാം ക്ലാസ് ഫെയിലാ, ഞാൻ തോറ്റുപോകുമെന്ന് പറഞ്ഞപ്പം സാറുമാർ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് വിശ്വാസം ഇല്ലേ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഒരു സ്പെല്ലിങ് ഞാൻ ചോദിച്ചു. ആ ചേച്ചി തെറ്റിച്ച് പറഞ്ഞു. ആഹാ, എന്നാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു സാറ് പറഞ്ഞു ഞാൻ തന്നെയാ നിനക്ക് പരീക്ഷ എഴുതുന്നത് എന്ന് പറഞ്ഞിട്ട് ഡിയർ അതിന്റെ സ്പെല്ലിങ് വരെ എന്നോട് ചോദിച്ചു. DEER അതാണ് ചോദിച്ചത്. അപ്പൊ അന്ന് 82 പരീക്ഷ എഴുതിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ പരീക്ഷ എഴുതേണ്ടത്. സ്ക്രൈബ് സിസ്റ്റത്തിൽ പരീക്ഷ എഴുതും. കോളേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ ഇവിടെ മാത്രം സയൻസ് ഗ്രൂപ്പ് ഞങ്ങൾക്കില്ല. പക്ഷെ വിദേശങ്ങളിൽ സയൻസ് ഗ്രൂപ്പും പഠിക്കുന്നുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ലോയർമാരുണ്ട്, പ്രൊഫസർമാരുണ്ട്, ലെക്ചറർമാരുണ്ട്. അപ്പൊ ചെറിയൊരു ജോലി എനിക്കും വേണമെങ്കിൽ കിട്ടുമായിരുന്നു. പക്ഷേ ഞാൻ അത് വിട്ടിട്ട് ജോലി വേണമെങ്കിൽ കിട്ടുമായിരുന്നു, അത് ജോലിക്ക് ശ്രമിക്കില്ല. എനിക്ക് സദേൺ റെയിൽവേയിൽ എന്നെ അനൗൺസറായിട്ട് വിളിച്ചു, ടെലിഫോൺ ഓപ്പറേറ്ററായിട്ട് SBT വിളിച്ചു. അതൊന്നും പോകാതെ ചെറിയ ജോലികളൊക്കെ ചെയ്തെങ്കിലും അന്ന് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു. സ്കൂൾ ഓഫ് മ്യൂസിക് പഠിപ്പിക്കാൻ പോയി, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു. എങ്കിലും പൂർണ്ണമായ ഒരു ജോലിയിൽ ഞാൻ ആശ്രയിക്കാതിരുന്ന ഒറ്റ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട്, എല്ലാവരും വെറുക്കപ്പെട്ട്, എല്ലാവരും തള്ളപ്പെട്ടപ്പോ യേശുവെ അങ്ങാണോ സാക്ഷാൽ ഈശ്വരൻ എന്ന് ചോദിച്ചപ്പോ ഞാനാകുന്നു യേശു, ഞാൻ നിന്നെ സംരക്ഷിക്കും, സഹായിക്കും, നടത്തും, പരിപാലിക്കും, സൂക്ഷിക്കും, നിന്നെ എന്റെ ദാസനായിട്ട് ഉപയോഗിക്കും എന്ന് പറഞ്ഞ ആ ശബ്ദവും ആ വെളിച്ചവും ആ തേജസ്സും എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടാ ഞാൻ വേറൊന്നിനും പോകാതെ 4 പേരുള്ളിടത്തും ചെറിയ നിരുവീതിയിടും ആയിരങ്ങളുള്ള മിനിസ്ട്രിയിൽ ഞാൻ പ്രസംഗിക്കാറുണ്ട്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ഞങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ടൗണുകളിലും ഞങ്ങൾ വലിയ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്ലസ് ബോയ്സ്, കാഴ്ചയില്ലാത്തൊരു മാത്രം ഉൾപ്പെട്ട ഒരു ഗായക സംഘം പ്ലസ് ബോയ്സ്, ബ്രെയിലി ലെറ്റർ ഇവാഞ്ചലിസം സർവീസ് ഫോർ ദ സൈക്ലിസ്റ്റ്. ഞാൻ ബ്രെയിൽ ലിപിയിൽ ആദ്യമായി എഴുതിക്കൊണ്ടാണ് ഞാൻ സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചത്. എന്റെ സീനിയറായിട്ട് പഠിച്ച ഒരു വിജയനും കുടുംബവും രക്ഷിക്കപ്പെട്ടു. അതാണ് എനിക്ക് ആദ്യം കിട്ടിയ കോംപ്ലിമെന്റ്. അങ്ങനെയാണ് ഞാൻ ഈ മിനിസ്ട്രിയിലേക്ക് വന്നത്. അങ്ങനെ ബ്രെയിൽ ലിപിയിൽ എഴുതാൻ തുടങ്ങി. അനവധി ആളുകളെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ, 100 കണക്കിന് കാഴ്ചയില്ലാത്ത യേശുവിനെ കുറിച്ച് പറയാൻ, അനവധി ആളുകളെ കർത്താവിലേക്ക് നടത്താൻ, വൈകല്യമുള്ളവരെ, ശരീര വൈകല്യമുള്ളവരെ, കാഴ്ചയില്ലാത്തവരെ, ഫിസിക്കൽ ഡിസേബിലിറ്റി ഉള്ളവരെ ഒക്കെ കൊണ്ടുവരാനായിട്ട് ദൈവം സഹായിച്ചു. അങ്ങനെ ഞാൻ ചെയ്യാൻ കാരണം ആ പ്രകാശവും ശക്തിയും കാരണമാണ്. എന്നെ കർത്താവ് നടത്തി. കർത്താവ് സൂക്ഷിക്കുന്ന ആളാണ്, കർത്താവ് സൂക്ഷിക്കുന്നവനാണ്. കർത്താവ് കരങ്ങളിൽ വഹിക്കും, കർത്താവ് കൈക്ക് പിടിച്ച് നടത്തും. എന്നെ ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിൽ പ്രാർത്ഥിക്കാനായിട്ട് അനവധി ആളുകൾ വിളിക്കാറുണ്ട്. ക്രോണിക് ഡിസീസ് ആയിട്ടുള്ള ഒത്തിരി ആളുകൾ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ച് ദൈവം അവർക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ത്യയുടെ മിക്ക സംസ്ഥാനങ്ങളിൽ ഞാൻ പോയിട്ടുള്ളത്. ഒരു പ്രാവശ്യം മാത്രമേ എന്നെ വന്നൊരു പാസ്റ്റർ കുടുംബവും ബീഹാറിലേക്ക് കൊണ്ടുപോയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ തന്നെയാ പോയിട്ടുള്ളത്. തനിയെ പോകുമ്പോഴും വരുമ്പോഴും കർത്താവിന്റെ കൈക്ക് പിടിക്കും. ഞാനാ പറഞ്ഞില്ലേ, ദൈവത്തിന്റെ പ്രകാശം കാണിച്ചതിനെ സംബന്ധിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. എന്റെ ഉള്ളിൽ ദൈവവചനം വന്നതിനെ സംബന്ധിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്, പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതൊന്നും ഇതുവരെ പ്രകാശം കാണിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. കാരണം സാമ്പത്തിക പരിമിതി കൊണ്ട് അതൊന്നും പുറത്തിറക്കാൻ പറ്റിയിട്ടില്ല. ഒത്തിരി പല പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്, കവിതകൾ എഴുതിയിട്ടുണ്ട്. അതൊന്നും ഞാൻ പറയാനായിട്ട് പാടാനായിട്ടോ ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒത്തിരി അപകടങ്ങൾ വന്നിട്ടുണ്ട്. കാഴ്ചയില്ലാത്തവർക്കും അനവധിയായ പ്രശ്നങ്ങൾ നേരിടാം. അപകടം ഓർമ്മയിലുള്ള 1-2 ഒന്ന് പറഞ്ഞാട്ട്. 1-2 പറയാം. ഒരിക്കൽ ഒരു വലിയ വനനിബിഡമായ പ്രദേശത്തൂടെ കടന്നു പോവുക. കൊടുങ്കാട് വനത്തിലൂടെ ഞങ്ങൾ ട്രൈബൽ സെറ്റിൽമെന്റിൽ സുവിശേഷം അറിയിക്കാൻ പോയി. എന്റെ കൂടെയുള്ള പ്രിയപ്പെട്ടവർ ഇന്ന് പറയപ്പോൾ വലിയ ആളുകളാണ് അവര്, അതുകൊണ്ട് അവരുടെ പേര് പറയുന്നില്ല.
പ്രസിദ്ധരാണ്. നിങ്ങളെ വ്യക്തിപരമായി ചോദിച്ചു ഞാൻ പറയാം, അവരോട് വേണം നിങ്ങൾ ചോദിച്ചു. എന്നാലും ഞാൻ അവരുടെ പേര് പറഞ്ഞൊന്നും വേണ്ട. അവരെന്റെ കൂടെ അവരുടെ ഓർക്കസ്ട്രയിൽ തബല വായിക്കാൻ പോയതാണ്. ആ സമയത്ത് പ്രസിദ്ധരായ ആളുകളുണ്ട്. ആർ കൃഷ്ണൻകുട്ടി സാറ്, അങ്ങനെ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാട്ടിലൂടെ പോകുന്ന സമയത്ത് ആന അലറിക്കൊണ്ട് രണ്ട് സൈഡിൽ നിന്നും വന്നു. പെട്രോമാക്സും ഒരുതരം പുല്ല് കത്തിച്ച് പന്തം കത്തിക്കും. അങ്ങനെ അവർ എണ്ണി നോക്കിയപ്പോ 12 എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കൂട്ടുകാരനോട് ഡോക്ടർ കുര്യൻ പറഞ്ഞു, കൃഷ്ണകുമാറിനെ എങ്ങനെയാണ്? ഒരാൾ പറഞ്ഞു, ആ പ്രസിദ്ധനായ ആൾ പറഞ്ഞു, നമുക്കെല്ലാം ഓടിപ്പോകാം, മരത്തേ കയറാം, പക്ഷെ ഇദ്ദേഹത്തെ കൊണ്ടുവരണ്ടെന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. ഞാനൊരു അതീപറ്റായിട്ട് അവർക്ക് തോന്നി. പക്ഷെ ഡോക്ടർ കുര്യൻ എന്റെ കൈക്ക് പിടിച്ചു. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, സിംഹത്തിന്റെ വായിൽ നിന്ന് ഡാനിയലിനെ രക്ഷിച്ച ദൈവം ഈ പാതിരാത്രിയിൽ ഈ കാട്ടാന കൂട്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ നിമിഷം ആന കാട് ഇളക്കി മറിച്ചുകൊണ്ട്, ഒടിച്ചു മറിച്ചുകൊണ്ട് രണ്ട് സൈഡിലേക്കും മാറിപ്പോയത് ഞാൻ ഓർക്കുന്നു. ആനയുടെ കാലിന്റെ ശബ്ദം കേട്ടു, അതിന്റെ സ്മെല്ല് അനുഭവിച്ചു. ഞാൻ പറഞ്ഞത്, നമ്മുടെ കർത്താവ് തമ്പുരാനെ കണ്ട കർത്താവ് തമ്പുരാൻ വിളിച്ചു വേർതിരിച്ച ആരെയും ദൈവം സൂക്ഷിക്കും, ദൈവം കരങ്ങളിൽ വഹിക്കും, ആപത്ത് അനർത്ഥങ്ങളിൽ പിടിപ്പിക്കും. പരീക്ഷയോടൊപ്പം നീക്കുപോക്കുകളും ദൈവം തരും. അതാണ് നമ്മുടെ അനുഭവം. അനുഭവം ഇല്ലെങ്കിൽ നമുക്ക് ദൈവത്തെ കുറിച്ച് അറിയാൻ കഴിയില്ല. അങ്ങനെ അനുഭവം. എന്നെ ഒരിക്കൽ ഞങ്ങൾക്കൊരു IT ഉണ്ട്, ഫറൂഖ് കോളേജിന് അടുത്താണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന കോളേജുണ്ട്. ആ കോളേജിനടുത്ത് ഞങ്ങൾക്കൊരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായിരുന്നു, ലൈറ്റ് എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ സെന്റർ. എനിക്ക് പറയാനൊരു പ്രശ്നമുണ്ട്. മലയാളം പറയുമ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് 5 സ്റ്റെന്റ് ഇട്ടേക്കുക. എന്നോട് അധികം സംസാരിക്കരുതെന്നും നടക്കരുതെന്നൊക്കെ പറയും. ഒറ്റ ദിവസം പോലും മരുന്ന് മുടക്കരുത് ഡോക്ടർമാര് പറയും. പലപ്പോഴും മരുന്നൊക്കെ മുടങ്ങും. ഇത്രയും സംസാരിക്കാനൊന്നും പറ്റുന്നതല്ല എനിക്ക്. ഞാൻ എന്നിട്ടും പറയുക, 5 സ്റ്റെന്റ് ഇട്ടേക്കുക, ഹൃദയത്തിനകത്തിട്ടേക്കുക. അപ്പൊ പലപ്പം നമ്മൾ പറയുമ്പോൾ നാവൊന്നും വഴങ്ങി വരികയില്ല, അതുകൊണ്ട് ഭാഷയൊന്നും തിരിയാതെ വരും. അപ്പോ ഞാൻ പറഞ്ഞ എന്തായിരുന്നു, ഞാനൊരിക്കൽ ഫറൂഖ് കോളേജിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കോട്ടയത്ത് നിന്ന് ട്രെയിനിൽ കയറി, മലബാർ എക്സ്പ്രസില് 9:30 അത്. 4:45 4:05 അത് ഫറൂഖിലെത്തും. ഞാൻ ജനറൽ കമ്പാർട്ട്മെന്റ് യാത്ര ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, സാർമാരെ നിങ്ങളൊന്ന് പറയണം, എനിക്ക് ഫറൂഖ് കോളേജിലേക്കാ പോകേണ്ടത്, അതുകൊണ്ട് നിങ്ങൾ ഫറൂഖ് സ്റ്റേഷൻ ആകുമ്പോൾ ഒന്ന് പറയണം. അവിടെ എന്നിട്ട് റോഡ് പാസ് ചെയ്ത് അപ്പുറത്ത് മാറി എന്ന പ്രൈവറ്റ് ബസ് കിട്ടും, കോളേജിലേക്ക് പോകാം. അതുകൊണ്ട് നിങ്ങൾ എന്നോട് പറയണമെന്ന് പറഞ്ഞു. അവരാരോ ഫറൂഖ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ ഇറക്കി വിടാൻ പറഞ്ഞു. ഇറക്കി വിടാൻ പറഞ്ഞപ്പോ അവരെന്നെ ഇറക്കി വിട്ടപ്പോ ഒത്തിരി താഴ്ച. അവര് പറഞ്ഞു, പ്ലാറ്റ്ഫോം പുറകിലായി പോയി, മുന്നിലാണ്, പതുക്കെ മുന്നോട്ട് നടക്കാൻ പറഞ്ഞു. ഞാൻ എന്റെ കയ്യിൽ പാർക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് പരിശോധിച്ചിട്ട് ഞാൻ ഒത്തിരി നടന്നിട്ടും സ്റ്റേഷൻ എത്തുന്നില്ല. ഒരു സ്റ്റേഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ ഒത്തിരി ഈ ടോൺസിന്റെ സിംറ്റംസ് ഉണ്ടാകും, ശബ്ദങ്ങളുടെ പ്രത്യേകത ഉണ്ടാകും. ടോൺ ഒരു മനുഷ്യന്റെ ശബ്ദം കേൾക്കുന്നില്ല, ഒരു പക്ഷികൾ പോലും ചലിക്കുന്നില്ല, വണ്ടി പോലും ദൂരേക്കൂടെ പോലും ഓടുന്നതായിട്ട് കേൾക്കുന്നില്ല. ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഏതെങ്കിലും വനാന്തരത്തിലാണോ എന്നെ കൊണ്ട് ഇറക്കി വിട്ടത്? ഇനി ഏതെങ്കിലും കായലിന്റെ നടുവിലാണോ, മനുഷ്യവാസം ഇല്ലാത്തതാണോ എന്നെ ഇറക്കി വിട്ടത്? എന്റെ ചെറിയ പ്രായത്തിൽ അങ്ങ് പറഞ്ഞല്ലോ, എന്നെ സൂക്ഷിക്കും, സഹായിക്കും, എന്നെ കൈക്ക് പിടിക്കും, നടത്തും എന്നൊക്കെ പറഞ്ഞല്ലോ. ഞാനൊരു ഹൈന്ദവനായിരുന്നു, ഞാൻ യേശുവിനെ അറിഞ്ഞു, പക്ഷെ പൂർണ്ണമായിട്ട് അതിലേക്ക് മാത്രം വന്ന് ജീവിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അങ്ങയുടെ പ്രകാശവും ശക്തവും കേട്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഞാൻ പിന്നെ ഒരിക്കലും ക്ഷേത്രങ്ങളിലോ ക്രിസ്ത്യൻ ദേവാലയങ്ങളിലോ മോസ്കുകളിലോ പോയിട്ടില്ല. അങ്ങയിൽ മാത്രമാണ് ഞാൻ ആശ്രയിക്കുന്നത്. ഞാൻ എവിടെയാണ് ഇറങ്ങിയത് എന്ന് ചോദിച്ചു. എന്നെ സഹായിക്കാൻ ആരുമില്ലേ? ഒരു മനുഷ്യൻ ഈ മെറ്റലിലൂടെ ഷൂ ഇട്ട് ചവിട്ടി ഓടി വരുന്നതായിട്ട് കേട്ടു. ഞാൻ വിചാരിച്ചു, റെയില് ഈ കീപ്പർമാർ ഒത്തിരി പേരുണ്ടല്ലോ, ഈ ലൈനൊക്കെ കീപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്, അവരായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ആവശ്യക്കാരന് ഔചിത്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു, സാർ, എനിക്ക് 2 കണ്ണിന് കാഴ്ചയില്ല, എനിക്ക് ഫറൂഖിലാണ് ഇറങ്ങേണ്ടത്, ഞാൻ എവിടെയാണ് ഇറങ്ങിയെന്ന് എനിക്കറിയില്ല, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് അതേ ഒന്നും മിണ്ടുന്നില്ല. പിന്നെയും പറഞ്ഞു ഞാൻ, സാർ, എനിക്ക് കാഴ്ചയില്ലെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഷൂ ചവിട്ടിക്കൊണ്ട് എന്റെ അടുത്ത് വന്നു, എന്റെ കൈവിരൽ ഇങ്ങനെ തൊട്ടു. ഇനി ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്കും എനിക്കും മനസ്സിലാകുന്നില്ല. നമ്മുടെ അടുത്തൊരാൾ വന്നാൽ അത് സ്ത്രീയാണോ പുരുഷനാണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റും.
സ്പർശനം കൂടാതെ അറിയാൻ പറ്റും. അവരുടെ വസ്ത്രങ്ങൾക്കും പുരുഷന്മാരുടെ വസ്ത്രങ്ങൾക്കും അതിന്റെ ചലനങ്ങൾക്കും ശബ്ദത്തിനും വ്യത്യാസമുണ്ട്. സ്മെല്ലിനൊരു വ്യത്യാസമുണ്ട്. ഒരു മനുഷ്യനെ അടുത്ത് വന്നാൽ, നമ്മുടെ കയ്യെ തൊട്ട് ഒന്നിച്ച് നടന്നാൽ അദ്ദേഹത്തിന്റെ പൊക്കം എത്രയായിരിക്കും നമുക്ക് ധാരണ കിട്ടും. കയ്യിൽ തൊടുമ്പോൾ തന്നെ അദ്ദേഹത്തെ കുറിച്ചൊരു ചെറിയ ധാരണ കിട്ടും. ശ്വാസഗതി, സ്മെല്ല്, ഹൃദയത്തിന്റെ ഇടിപ്പ്, തുടിപ്പ്, അംഗപ്രത്യംഗത്തിന്റെ ചലനങ്ങൾ, ഒത്തിരി ശബ്ദങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നടക്കുമ്പോൾ. അത് നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. ഈ 5 സെൻസ് ഉണ്ട്. 5 സെൻസിന്റെ ആക്സെൻസില് 6th സെൻസ് പ്രവർത്തിക്കുകയുള്ളൂ. നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അത് നിങ്ങൾക്ക് തോന്നാത്തത്. ഞങ്ങൾക്കത് ബോധ്യപ്പെടും. ഒരു മനുഷ്യന്റെ അടുത്ത് വന്നാൽ ഒത്തിരി സിംറ്റം ഉണ്ട്. എന്റെ അടുത്ത് വന്ന് കയ്യിൽ തൊട്ട അദ്ദേഹത്തെ കുറിച്ച് ഒരു ധാരണയും കിട്ടിയില്ല. ഞാൻ ഉണർന്നു വരുമ്പോൾ ഫറോക്ക് റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ ഒരു ബെഞ്ചിൽ നിന്ന് ഇങ്ങനെ ഉണർന്നു വരുന്ന മാത്രം എനിക്ക് മനസ്സിലാകുന്നത്. എനിക്കൊരു കാര്യം മനസ്സിലായി, എന്നെ കരങ്ങളിൽ വഹിച്ചത് ദൈവദൂതനാകാം, ദൈവമാകാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ദൈവം കരം പിടിച്ചു നടത്തും, കൈക്ക് പിടിക്കും എന്ന് പറയാൻ കാരണം അതാണ്. ഒരു മനുഷ്യനെ ഏത് നിലയിൽ സൃഷ്ടിച്ചുവോ അതിലധികമായി പരിപാലിക്കാൻ, സൂക്ഷിക്കാൻ കർത്താവ് ശക്തനാണ്. എന്റെ ഒരു അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കാം. ഒത്തിരി കാര്യങ്ങളുണ്ട്. ആറ്റി കുടിച്ചോണ്ട് നിന്നപ്പോ പെരുമ്പാമ്പ് വന്ന് എന്നെ ഇടിച്ചു, തടി പോലെ. ചേച്ചിമാരെല്ലാം അലറി. അന്നേരം അവരാ പറയുന്നത് ഇങ്ങനെയായിരുന്നു. ഒരു തടി വന്ന് എന്നെ ഇടിച്ചെന്ന് എനിക്ക് ഓർമ്മയുള്ളൂ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒത്തിരി തരം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഞാൻ പറയാൻ എടുക്കുന്നത്. റെയിൽവേ ആക്സിഡന്റ്, ബസ് ആക്സിഡന്റ്, കാർ ആക്സിഡന്റ് ഒക്കെ വന്നിട്ടുണ്ട്. അവിടെ ഒന്നും എനിക്കൊന്നും പറ്റിയിട്ടില്ല. അടുത്ത ഒരു അനുഭവം പറയാം. എന്റെ കൂടെ പഠിച്ച ഒരു കാഴ്ചയില്ലാത്ത സഹോദരി എൽസി, ഞാനൊരു ഗിഫ്റ്റ് ഹൗസിൽ കയറിയപ്പോ അവളെ ആലുവ സെന്റ് സേവിയേഴ്സിലും കോളഞ്ചേരി പീറ്റേഴ്സിൽ നിന്ന് പ്രീ ഡിഗ്രി, ആലുവ സെന്റ് സേവിയേഴ്സിൽ നിന്ന് BA എടുത്തോളാണ് എൽസി. നല്ലൊരു കുട്ടിയാന്ന് എല്ലാവരും പറയും. നല്ലൊരു പാട്ട് പാടും, നല്ല സൗന്ദര്യമുള്ള കുട്ടിയാന്ന് പറയും, നല്ലൊരു കഴിവുണ്ട് പഠിക്കാൻ. അവളാണ് എനിക്ക് SLCയുടെ നോട്ട് തന്നത്. ഞാനിങ്ങനെ പ്രോഗ്രാമിനൊക്കെ പോകും. അപ്പൊ എനിക്ക് പലപ്പോഴും പ്രൊഫഷണൽ ഗാനങ്ങളിലേക്ക് വായിക്കുക. അപ്പൊ എനിക്ക് പ്രോഗ്രാം പഠിക്കാനൊന്നും സമയമില്ല. അപ്പൊ എനിക്ക് നോട്ട് തന്നവളാണ്. അവള് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അമ്മയുടെ കൈ പിടിച്ച ഗിഫ്റ്റ് ബോക്സ് വന്നു. എനിക്കൊന്നും കൊടുക്കാനോ മിണ്ടാനോ കഴിഞ്ഞില്ല. അമ്മയാ ചോദിച്ചത്, എന്നെ അറിയുമോ? ഞാൻ പറഞ്ഞ് മനസ്സിലായില്ല. ഞാൻ എൽസിയുടെ അമ്മയാ. ഏത് എൽസിയുടെ? കൂടെ പഠിച്ച എൽസിയെ ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു അവളെ എവിടെയെങ്കിലും, എവിടെയോ ദൂരെ ഒരു സ്ഥലത്ത് ഇൻഡോറിലാന്ന് തോന്നുന്നു, ഒരു ITയിൽ പോയി പഠിച്ചിട്ട് വേറെ എന്തോ വലിയ ഉദ്യോഗത്തിലാന്നാ ഞാൻ വിചാരിച്ചത്. ഭിക്ഷ ചോദിച്ച് എന്റെ അടുത്ത് വന്നു. മിണ്ടിയില്ല ഞാൻ. പിന്നെ എന്റെ കൂടെ പഠിച്ചൊരു ഇസ്ലാം സഹോദരൻ, എന്റെ റൂംമേറ്റ് ആയിരുന്ന ഇസ്ലാം സഹോദരൻ, അവൻ പറയുന്നു എനിക്ക് 2 കണ്ണിന് കാഴ്ചയില്ല, എന്നെ കൂടാതെ 3 പേര് കാഴ്ചയില്ലാത്തവർ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അവരെ കുറിച്ചൊക്കെ എനിക്കറിയാം. അവൻ പറയും ഞങ്ങൾ 4 പേരുണ്ട്, കൂടാതെ അപ്പനും അമ്മയും രോഗിയാണ്, ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞ് 10 പാത്രം കിലുക്കി പാട്ടുപാടി എന്റെ അടുത്ത് വന്ന് 10 വയസ്സായി ചോദിച്ചപ്പോ എനിക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്റെ കണ്ണിലൂടെ ധാരധാരയായി കണ്ണീര് ഒഴുകിക്കൊണ്ടിരുന്നു. അങ്ങനെ അനവധി സംഭവങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനിത് പറഞ്ഞ എന്തിനാണെന്നറിയാമോ? നിങ്ങള് പലരും തെരുവിൽ ചെല്ലുമ്പോഴും, ബസ് സ്റ്റാൻഡുകളിലും തെരുവിലൊക്കെ ചെല്ലുമ്പോൾ ഓരോ കാഴ്ചയില്ലാത്തൊരു വടിയും തല്ലി തെണ്ടിത്തിരിയുന്നൊരു ഭിക്ഷവാക്കി മാറ്റാതെ എന്റെ ദൈവം എന്നെ സമൃദ്ധിയായിട്ട് നടത്തുന്നു. നമ്മുടെ കർത്താവ് തമ്പുരാനെ അറിഞ്ഞവരെ ആരെയും ദൈവം ഭിക്ഷവാക്കാൻ ദൈവം സമ്മതിക്കുന്ന ദൈവമല്ല. ഞാൻ എന്റെ സാക്ഷ്യത്തിൽ ഒരിക്കലും ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. സമൃദ്ധിയായിട്ട് ജീവിക്കുന്നത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ദൈവം പരിമിതി കൊണ്ടത് വരും. എന്റെ ദൈവം എന്നെ സമൃദ്ധിയായിട്ട് സൂക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചുവോ അതിലധികമായി പരിപാലിക്കാൻ, സൂക്ഷിക്കാൻ ദൈവം ശക്തനാണ്, മതിയായവനാണ്, പര്യാപ്തനാണ്. ദൈവം ഡോക്ടറാണ്, ദൈവം മാസ്റ്ററാണ്, ദൈവം ഗൈഡാണ്, ദൈവം എല്ലാമാണ്. അപ്പോ അത് എനിക്ക് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ഒരു സാധ്യതയില്ലാത്ത എന്നെ, ഒത്തിരി പരിമിതിയുള്ള എന്നെ ഇത്രമാത്രം പ്രവർത്തനം ചെയ്യാൻ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ കൂടെ കാഴ്ചയില്ലാത്തൊരു ഞങ്ങളുടെ മ്യൂസിക് ടീമിലുണ്ട്. അത് സാധാരണക്കാരൊന്നുമല്ല. മ്യൂസിക്കിൽ MA, ഗാനഭൂഷണം, ഗാനപ്രവീണ, അതുപോലെ PTH തിയോളജി പഠിച്ച ആളുണ്ട്, ലോയുണ്ട്, ലോയൽ മാസ്റ്ററുണ്ട്, എല്ലാം ലെമ്മുകാരനുണ്ട്, വയലിൻ വായിക്കുന്ന ആള്. അങ്ങനെ എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാ, കാഴ്ചയില്ലാത്തത്. അവര് തന്നെയാണ് ഉപകരണം വായിക്കുന്നത്, അവര് തന്നെയാണ് പാടുന്നത്. ഞാനും എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആലിസ് ടീച്ചർ, ഞങ്ങൾ രണ്ടുമാണ് പ്രസംഗിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ ഈ പ്രസംഗങ്ങൾ 1000 വന്നിരിക്കും.
ഞാൻ എത്രയോ വലിയ മീറ്റിങ്ങില്, എത്രയോ വലിയ വലിയ മീറ്റിങ്ങിൽ ആയിരങ്ങളോടും 2 പേരോടും ഒരാളോടും സുവിശേഷം പറയുന്ന ഒരു പ്രവണതയുണ്ട്. അതിന് കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എല്ലാവരും ഒറ്റപ്പെട്ടപ്പോ, എല്ലാവരോടും ഉപേക്ഷിക്കപ്പെട്ടപ്പോ, വെറുക്കപ്പെട്ടപ്പോ, അറയ്ക്കപ്പെട്ടപ്പോ, എന്നെ സ്നേഹിച്ച് എന്നെ തേടി വന്ന് എന്റെ കൈക്ക് പിടിച്ച് നടത്തി എന്നെ ശബ്ദം കേൾപ്പിച്ച് എനിക്ക് രൂപം കാണിച്ചു തന്ന യേശുവിനെ അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ എല്ലാം പറ്റി യേശുവിനെ പ്രസംഗിക്കുന്നത്. എന്നെ കർത്താവ് കരം പിടിച്ച് നടത്തിയ കാര്യം ഒത്തിരി ഉണ്ട്. തന്നെ സഞ്ചരിച്ച കാര്യം അതൊക്കെ ഒത്തിരി ഉണ്ട്. മിക്ക സംസ്ഥാനങ്ങളിൽ തന്നെ പോയി തിരിച്ചു വരും. ചിലപ്പോ നമ്മുടെ ഭാഷക്കാരും കാണില്ല, എങ്കിലും ഞാൻ ഇവിടെ തന്നെ എത്തും. അത് കാര്യം എന്താ? എന്നെ സൃഷ്ടിച്ചൊരു ദൈവമാണ്, ദൈവത്തിന്റെ നീതിയാണ് എന്നെ നടത്തുക എന്നുള്ളത്. അപ്പോ ഞാനൊരിക്കൽ മാത്യു ഹെൻറിയുടെ ഒരു കമന്ററി വായിച്ചു ഇംഗ്ലീഷില്. അതിനകത്ത് ഇങ്ങനെ പറയുന്നത്, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസം യഹോവ വിടുവിക്കും. ഒരു എളിയവന്റെ മുൻകൂർ ജാമ്യമെടുക്കലാണ് എളിയവനെ ആദരിക്കുക എന്നുള്ളത്. എളിയവനെ ആദരിക്കുക എന്നുള്ളത് നമ്മളെ ദൈവത്തിന്റെ പദ്ധതിയാ, അത് നടപ്പിലാക്കുന്ന നമ്മളിലൂടെയാണ്. അതാണ് ഇയ്യോബ് പറഞ്ഞത്, ഞാൻ കുരുടന് കണ്ണാണ്, മുടന്തന് കാലാണ്. നമ്മൾ കണ്ണും കാലും ഒക്കെ ആയാൽ അവിടെയാണ് ദൈവത്തിന്റെ പ്രവർത്തനം സംഭവിക്കുന്നത്. അങ്ങനെയാണ് എളിയവനെ ആദരിക്കുന്നവൻ എന്ന് പറയുന്നത്. അതാണ് ദൈവത്തിന്റെ പദ്ധതി നടപ്പിലാക്കാനും നമുക്ക് ബാധ്യതയുണ്ട്. ഇപ്പൊ ഞാനൊരു സ്ഥലത്ത് വരുമ്പോ നിങ്ങൾ എന്റെ കൈക്ക് പിടിച്ച് നടത്തുമ്പോൾ നിങ്ങൾ എനിക്ക് കണ്ണായി മാറും. കാലിന് സ്വാധീനം ഇല്ലാത്തവരെ സഹായിക്കുമ്പോ കാലായി മാറും. ചെടിന് വേണ്ടി കേൾക്കുമ്പോൾ കേൾവിയായിട്ട് മാറും. അതുകൊണ്ട് നമുക്കെല്ലാം ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ആർക്കും ഒന്നും തരാതിരുന്നിട്ടില്ല ദൈവം. ഒത്തിരി കാര്യങ്ങളുണ്ട്, അതേക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ലേ. ഈ പുതിയ വർഷമായിട്ട് ഒരു കാര്യം മാത്രം ഞാൻ പറയാം. നിങ്ങൾ കൊരിന്ത്യ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, 1 കൊരിന്ത്യർ 12 അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, സഹോദരന്മാരെ, നിങ്ങൾ ആത്മീയ വരങ്ങളെ സംബന്ധിച്ച് അറിവില്ലാത്തവരായിരിക്കരുത്, അറിവുള്ളവരായിരിക്കണം. വരങ്ങളെ കുറിച്ച് അറിവില്ലാത്തവരായിരിക്കരുത്. ഫലം ഇതൊക്കെ പ്രധാന വിഷയങ്ങളാണ്. കർത്താവ് നമ്മളെ വിളിച്ചത് എന്തിനാണ്? കർത്താവിന്റെ സന്നിധിയിൽ. അത് എഫേസ്യ ലേഖനം 1:4 പറയുന്നത്, നമ്മള് വിശുദ്ധരും നിർമ്മലരുമായിരിക്കേണ്ടതിന് നമ്മളെ വിളിച്ചതാണ്. അത് നേരത്തെ മുൻകൂർ അല്ലെങ്കിൽ മുൻ പ്രകാരം വിളിച്ചതാണ്. നമ്മൾ നേരത്തെ തന്നെ, നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പേ, ലോകസ്ഥാനത്തിന് മുമ്പേ നമ്മളെ വിളിച്ചതാണ്. അത് നമ്മളെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. അപ്പൊ നമ്മള് മരങ്ങളെ കുറിച്ചും ഫലങ്ങളെ കുറിച്ചും അറിയില്ലാത്തവരായിരിക്കരുത്. 2 കാര്യം പറയാം, ഞാൻ വിശ്വസിച്ച് പ്രസംഗിക്കുന്നില്ല. ഒന്ന്, നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ വായിച്ചിട്ടില്ലേ, ടാലന്റിന്റെ വിനിയോഗത്തെ കുറിച്ച്. ഒരുവൻ 5 കൊടുത്തു, ഒരുവൻ 2 കൊടുത്തു, ഒരുവൻ 1 കൊടുത്തു. 5 കൊടുത്തവനും 2 കൊടുത്തവനും പറഞ്ഞത്, യജമാനെ, ഞങ്ങൾ ഇതാ വ്യാപാരം ചെയ്ത് 5 കൂടെ 2 കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, നല്ലവനും വിശ്വസ്തനായ ദാസനെ, അല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് നിന്നെ അധികത്തിൽ വിചാരകനാക്കുന്നു എന്ന് പറഞ്ഞു. 1 കൊടുത്തവനോട് പറഞ്ഞ അറിയാമല്ലോ. അവൻ പറഞ്ഞത് എന്താ? നീ വിതയ്ക്കാത്തടത്ത് കൊയ്യുന്ന ആളാന്നറിയാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന്റെ ഉള്ളവന്റെ കൊടുത്ത് ഇല്ലാത്തവന്റെ കൊടുത്ത് ഉള്ളവന് കൊടുക്കാൻ പറഞ്ഞ അവിടെയാണ്. അപ്പോ ടാലന്റിന്റെ വിനിയോഗം നമ്മൾ പൂർണ്ണമായി വിനിയോഗിക്കണം. ഒരുപക്ഷെ പാട്ട് പാടാനായിരിക്കും, സാക്ഷ്യം പറയാനായിരിക്കും, കീബോർഡ് വായനായിരിക്കും, ഡ്രം വായിക്കാനായിരിക്കും, പിന്നെ സഭ വൃത്തിയാക്കാനായിരിക്കും, ശുദ്ധീകരിക്കാനായിരിക്കും, കൊടുക്കാനായിരിക്കും. കൊടുക്കാനുള്ള വരത്തെ കുറിച്ച് മാത്രം നമുക്ക് അറിയത്തില്ല. അതെ, എല്ലാ വരങ്ങളും അറിയാം, ഭൂതശാന്തി അറിയാം, രോഗശാന്തി അറിയാം, പക്ഷെ കൊടുക്കാനുള്ള വരത്തെ കുറിച്ച് നമുക്ക് അറിയത്തില്ല. അതാർക്കും പ്രാപിച്ചായിട്ട് കേട്ടിട്ടുമില്ല. ഞാൻ കഷ്ടം സഹിക്കാൻ വേണ്ടി എനിക്കൊരു വരമുണ്ട് എന്നാരും എന്നോട് പറഞ്ഞു കേട്ടിട്ടില്ല. ഈ 2 വരങ്ങളെ കുറിച്ച് മാത്രം ഞാൻ കേട്ടിട്ടില്ല. അതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചപ്പോ ഒരാൾ പറഞ്ഞു, അതെ, ഈ വരമൊക്കെ പ്രാപിക്കണമെങ്കിൽ അത് അറിയണമെങ്കിൽ വിവരം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള വരങ്ങളെ കുറിച്ചുണ്ട്. ഇനി ഫലം, ടാലന്റിന്റെ വിനിയോഗം പൂർണ്ണമായി നമ്മൾ വിനിയോഗിക്കണം. നമുക്ക് എന്താണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്? ഞാൻ പറയട്ടെ, ഞാനൊന്നും കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോ ബ്രെയിലി ലെറ്റർ ഇവാഞ്ചലിസം, ബ്രെയിലിലൂടെ എഴുതാനുള്ള കൃപ തന്നു. അതിനുശേഷം മ്യൂസിക് ടീം ഉണ്ടാക്കാൻ തന്നു. ഒത്തിരി പ്രസ്ഥാനങ്ങൾ, ഗോസ്പൽ ഫോർ ദ ഡിസേബിൾഡ് ഞാൻ ഫോം ചെയ്ത പ്രസ്ഥാനമാണ് ഇപ്പോഴും. അതുകൊണ്ട് ബ്ലസ് ഇന്ത്യ, ബ്രെയിലി ലെറ്റർ ഇവാഞ്ചലിസം സർവീസ് ഫോർ ദ സൈറ്റ്ലെസ്, ബ്ലസ് വോയിസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ആക്ടിവിറ്റീസിനെ കുറിച്ച്, സോഷ്യൽ ഗൈഡൻസ്, ആക്ടിവിറ്റീസ്, സ്പിരിച്വൽ കമ്മിറ്റ്മെന്റ് നമുക്കുള്ള പോലെ തന്നെ സോഷ്യൽ ലൈബിലിറ്റി നമുക്കുണ്ട്. അത് അറിഞ്ഞ് പ്രവർത്തിക്കണം. അപ്പോ ടാലന്റിന്റെ വിനിയോഗം നിങ്ങൾക്ക് വേണം. ഇനി
അതാണ് ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആത്മീയ വരങ്ങൾ, ടാലന്റ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആത്മീയ ഫലം. യോഹന്നാൻ സുവിശേഷം പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്ത്. എന്തിനാ? പോയി ഫലം കായ്ക്കണം, നിങ്ങളുടെ ഫലം നിലനിർത്തണം. എങ്ങനെയാ പറയുന്നത്? അതെന്താണ്? അവിടെയാണ് ഗലാത്യർ 5:22 വായിക്കുന്നത്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരമോപകാരം, വിശ്വാസ, സൗമ്യത, ഇന്ദ്രിയം എന്ന് വായിക്കുന്ന ഫലം അത് നമുക്കുണ്ടാകണം. അപ്പോ നമുക്ക് ആദ്യം ടാലന്റ് ഉണ്ടാകണം, രണ്ടാമത് ഫലം ഉണ്ടാകണം. ഈ ഫലം പുറപ്പെടുവിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഇത് സ്നേഹം, സന്തോഷം, സമാധാനം, ഈ ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യമാണ്, ദൈവമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യമാണ്. ഇത് മൂന്നായിട്ട് പഠിക്കേണ്ടതാ. രണ്ടാമത്തെ കാര്യം ദീർഘക്ഷമ, ദയ, പരോപകാരം. അത് നമ്മളും മനുഷ്യരോട് കാണിക്കേണ്ടതാ, നമ്മൾ അന്യോന്യം കാണിക്കേണ്ട കാര്യമാണ്. ദീർഘക്ഷമ, ദയ, പരോപകാരം. അത് ദൈവമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. സമശിഷ്യരോട്, വിശേഷാൽ സഹവിശ്വാസികളോടും സഹോദരന്മാരോടും നമ്മളെ പോലെ വിശ്വാസമാർഗം സ്വീകരിച്ചിട്ടില്ലാത്തവർ പോലും നമുക്ക് കാണിക്കേണ്ട കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ദീർഘക്ഷമ, ദയ, പരോപകാരം മനുഷ്യനും തമ്മിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി 3 കാര്യം വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിജയം. ഇത് നമ്മളും നമ്മുടെ ഹൃദയത്തോട് മാത്രമുള്ളതാ. വിശ്വസ്തത എന്നോട് കാണിച്ചാൽ മാത്രമേ ഉള്ളൂ എനിക്ക് ദൈവത്തോട് കാണിക്കാൻ പറ്റുള്ളൂ. വിശ്വസ്തത എന്നോടാണ് കാണിക്കേണ്ടത്. ഇനി അവിടെ പറയുന്നത് സൗമ്യത, നമ്മളാണ് സൗമ്യമുള്ളവരായി തീരേണ്ടത്. നിങ്ങളുടെ സൗമ്യത ലോകം അറിയണം. കർത്താവ് പറഞ്ഞു, ഞാൻ താഴ്മയും വിനയമുള്ളവനാകിയാൽ എന്നോട് പഠിപ്പീൻ. ആ സൗമ്യത നമ്മളെ പഠിപ്പിച്ചത്. ഒത്തിരി കാര്യങ്ങൾ അതേക്കുറിച്ച് പറയാനുണ്ടെങ്കിലും സൗമ്യത, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിജയം നമുക്കുണ്ടാകണം. നമുക്ക് 5 പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. എന്തൊക്കെയാ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, പിന്നെന്താ ഒന്നുകൂടെ ദർശനം, സ്പർശനം, രസനം, ഘ്രാണം, ശ്രവണം. ഇത്രയും കാര്യമുണ്ട്. 5 സെൻസ്. ഇതിന്റെ ആക്സൻസിലാണ് 6th സെൻസ് പ്രവർത്തിക്കുന്നത്. ഇതിൽ നിങ്ങൾ വിചാരിക്കും കാഴ്ചയില്ലാത്തതുകൊണ്ട് ഞാൻ പാവം ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും. ഞാനൊരു കലാകാരനാണ്. ഞാൻ നിങ്ങളോട് തുറന്നു പറയുക, ഞാൻ നിങ്ങളെപ്പോലെ തന്നെയാണ്. എനിക്കും പാവത്തിൽ നൊഴിഞ്ഞിരിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ കൺമോഹം എന്നെ ഭരിക്കുന്നില്ലായിരിക്കും, പക്ഷെ ഇന്ദ്രിയജയം എനിക്കും എടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരു നല്ല പാട്ടുകാരിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അത് കേൾക്കണമെന്ന് ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും അതൊരു കുറ്റം തന്നെയാണ്. ഞാനൊരിക്കൽ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാനൊരു മോഷ്ടാവല്ല, ഞാനൊരു വ്യഭിചാരിയല്ല, കൊലപാതകനല്ല എന്ന് പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ തത്വത്തിൽ ശരിയാണെങ്കിലും യു ആർ എക്സ്ട്രാക്ട്ലി അക്യൂസ്ഡ് എന്ന് പറഞ്ഞു. നീ കുറ്റക്കാരൻ തന്നെയാണ്. മറ്റൊരുത്തന്റെ കയ്യിലെ പണം അധ്വാനിക്കാതെ എന്റെ പോക്കറ്റിൽ വരുത്തിയാൽ അത് മോഷണം തന്നെയാണ്. എനിക്കെതിരെ പറയുന്ന ആൾ ഇല്ലാതെ വരണമെന്ന് ആഗ്രഹിച്ചാൽ അത് കൊലപാതകമാണ്. നമ്മളെ ഓപ്പോസിറ്റ് കുട്ടികളെ ആളുകളോട് നമുക്ക് തോന്നുന്ന ഇഷ്ടം എന്നൊക്കെ പറയുന്നത്, ഞാൻ ആ പ്രയോഗം പറയാതിരുന്നതാണ്. അത് നമുക്ക് കർത്താവ് പറയുന്ന പോലെ കൺമോഹമാണ്, അത് പാവമാണ്. ഹൃദയത്തിൽ വിചാരിക്കുന്ന പോലും പാവമാണ്. അപ്പൊ നമ്മൾ ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടവരാണ്. അപ്പൊ ഈ നാളുകളിൽ നമ്മളെ കുറിച്ചുള്ള ദൈവഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ നിങ്ങൾ ഉത്സാഹികളായിരിക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളത്. നിങ്ങളും നമുക്കെല്ലാം ഒന്നിച്ചങ്ങനെ ആയിത്തീരാ. പിന്നെ ടാലന്റിന്റെ വിനിയോഗം, ഫലത്തിന്റെ വിനിയോഗം, ഫലങ്ങൾ എന്നല്ല ഫലം, എല്ലാം കൂടെ ചേരുമ്പോഴാണ് ഫലമാകുന്നത്. അവിടെ തീർച്ചയായിട്ടും അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ഞാൻ ഈ ചെറിയ കാര്യം നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഇതാരും പറയാത്ത കാര്യങ്ങളൊന്നുമല്ല, വലിയൊരു സന്ദേശമൊന്നുമല്ല. എങ്കിലും നമ്മളെ കുറിച്ചൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, നമുക്കൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത് വിനിയോഗിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അവിടെ ഫിസിക്കൽ ഡിസേബിലിറ്റിയോ ഫിസിക്കൽ സൈറ്റ്ലെസ്സോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി പൂവറാലിറ്റിയോ അങ്ങനെ ഒന്നുമില്ല. അംഗവൈകല്യമില്ല, അന്ധതയില്ല, മറ്റു കാര്യങ്ങൾ എല്ലാവർക്കും ബാധ്യതയുണ്ട്. സുവിശേഷ പ്രവർത്തനം, ഗോസ്പൽ ഈസ് ഇന്റർഗ്രേറ്റഡ് ഡെവലപ്മെന്റ് മീഡിയ എന്നാ പറയുന്നത്. സമഗ്ര വളർച്ചയുടെയും സമഗ്ര അറിവിന്റെയും, ആരോഗ്യമായാലും കലയായാലും വിദ്യാഭ്യാസമായാലും വസ്ത്രത്തെ സംബന്ധിച്ചാലും എല്ലാ ഉയർച്ചയും സുവിശേഷത്തിൽ കൂടെ വന്നതാണ്. അതാ ഞാൻ പറഞ്ഞത് ഗോസ്പൽ ഈസ് ഇന്റർഗ്രേറ്റഡ് ഡെവലപ്മെന്റ് മീഡിയ എന്ന് പറഞ്ഞതാണ്. പിന്നെ മിനിസ്ട്രി എന്ന് പറയാം ശുശ്രൂഷ. അതൊരു ആന്തര സേവനത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒരു പദമാണത്. ഒരു മനുഷ്യന്റെ ആധ്യാത്മികം, സാമൂഹ്യം, സംസ്കാരം, വിദ്യാഭ്യാസം, കല സമസ്ത മേഖലയിൽ ഉത്തേജിപ്പിക്കുന്നതിനെ ഉദ്ധരിക്കുന്നതിന് മിനിസ്ട്രി എന്ന് പറയുന്നു.
അവിടെയാണ് ശുശ്രൂഷയുള്ളത്. അത് ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ട്. സുവിശേഷം ചെയ്യാൻ ബാധ്യതയുണ്ട്. അവിടെ നമ്മൾ പറയുന്നില്ല, പരിമിതിയില്ല. വിക്കനായ മോശയുടെ വിക്ക് കർത്താവ് മാറ്റിയായിട്ട് വായിക്കുന്നില്ല. എ.വി. സെമൻ പറഞ്ഞ ഒരു കാര്യം എന്റെ മനസ്സിന് ഓർമ്മ വരിക. അത് ഞാനിപ്പോ ഉദ്ധരിക്കുന്നില്ല, വളരെ പ്രധാനമുള്ള കാര്യമാണ്. അതുപോലെ പൗലോസിന്റെ ശൂലം മാറ്റിയില്ല. അപ്പോ മോശയുടെ വിക്ക് മാറ്റിയില്ല. എല്ലാ പ്രശ്നത്തിലും ഞാൻ പറഞ്ഞില്ലേ, മിൽട്ടൺ പറഞ്ഞത് ബ്ലൈൻഡ്നെസ് ഈസ് ഗിഫ്റ്റ് ഫ്രം ഗോഡ് എന്നാ പറഞ്ഞത്. അന്ത ദൈവത്തിന്റെ സമ്മാനം. കർത്താവ് തരുന്ന ഏത് കഷ്ടതയും ഓരമായി പരിഗണിച്ചുകൊണ്ട്, സന്തോഷമായി പരിഗണിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി സേവനം ചെയ്യുമ്പോൾ, കർത്താവിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി, സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ദൈവം നമ്മളെ ശക്തരാക്കി തീർക്കും. അതാണ് നമുക്ക് ഇന്ന് ആവശ്യം. അതുകൊണ്ട് ടാലന്റിന്റെ വിനിയോഗം, ഫലങ്ങളുടെ വിനിയോഗം, ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഇത് രണ്ടും നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ ദൈവം നമ്മളെ എല്ലാത്തിനും ശക്തനാക്കി തീർക്കും. അവിടെയാണ് എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും ശക്തൻ എന്ന് മുകൾ പറയാൻ കാരണം അതാണ്. അതുകൊണ്ട് നമ്മളെ അങ്ങനെ ആയിത്തീരാൻ നിങ്ങളെ എല്ലാവരെയും ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു സമയം അനുവദിച്ചു തന്ന ജോയ്സ് TV ചാനലിനോടുള്ള നന്ദി. പാസ്റ്റർ തോമസ് പരിവർത്തത്, തോമസ് പാസ്റ്റർ, റേച്ചൽ മാഡം, മറ്റു പ്രവർത്തകരെ, എന്നെ ശ്രവിക്കുന്ന, എന്നെ ദർശിക്കുന്ന, ശ്രവിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും ഞാൻ നന്ദിയുള്ളവനാണ്. വിശേഷാൽ ഒന്നുമില്ലായ്മയിൽ നിന്നും ഇത്രത്തോളം സഹായിച്ച സർവശക്തനായ ദൈവത്തിനോട് ഞാൻ നന്ദിയും വന്ദനവും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും ധാരാളമായി സഹായിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. പ്രൈസ് ലോർഡ് സാറേ, വളരെയധികം നന്ദിയുണ്ട്. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദൈവത്തിന്റെ ദാസനെ കർത്താവ് ഉപയോഗിക്കുന്ന വിധങ്ങളും വഴികളും കൊണ്ടുവന്നതൊക്കെ കേൾക്കുവാന് സഹായിച്ചല്ലോ. ഇനിയും കർത്താവ് ദീർഘായുസ്സും ആരോഗ്യവും എല്ലാം തന്ന കർത്താവിനെ ഉപയോഗപ്രദമാക്കി തീർക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ദേവദാസിനെ പ്രാർത്ഥിച്ചാൽ സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ലതും വിലയേറിയുമായ സയാന സമയം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നതിനായി സ്തോത്രം. അറിയൻ ചില വാക്കുകൾ സാക്ഷ്യം പറഞ്ഞു. കർത്താവെ, വാക്കുകൾ പരിമിതമാണ്, ഭാഷ പരിമിതമാണ്, ചിന്ത പരിമിതമാണ്. എന്നാൽ ദൈവത്തിന്റെ സഹായം അപാരമാണ്. അവിടുത്തെ ശക്തി, അവിടുത്തെ ശേഷി, അവിടുത്തെ പ്രേരണ വലിയ ശക്തിയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന നിസാരം വാക്കുകൾ മറ്റുള്ള ജനഹൃദയങ്ങളിൽ ഫലിച്ച് അത് 30, 60, 100 മേനിയായി വർദ്ധിച്ചു വന്നിട്ട് അവർക്ക് പ്രചോദനം ഉൾക്കൊണ്ടുണ്ട്. കർത്താവെ, അവര് ധൈര്യം പ്രാപിച്ച്, പ്രത്യാശ പ്രാപിച്ച് ഉണർന്ന് കർത്താവിനെ പൂർണ്ണമായി അറിയുവാൻ ഉള്ളൊരു അവസരമാക്കി തീർക്കണമേ കർത്താവെ. അതിനുവേണ്ടി സേവനം ചെയ്യുന്ന ജോയ്സ് TV ചാനലിന്റെ പ്രവർത്തകരായ പാസ്റ്ററേയും മാഡത്തെയും ദൈവം അനുഗ്രഹിക്കണം. അതുപോലെ ഇതിന്റെ കേൾവിക്കാരായി, കാഴ്ചക്കാരായി ഇത് ശ്രമിക്കുകയും ദർശിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണമേ. അനവധി ആളുകൾക്ക് ഇതൊരു പ്രേരണയായി തീരുവാൻ, ശക്തിക്ക് കാരണമായി തീരുവാൻ, വിശ്വാസത്തിന് കാരണമായി തീരുവാൻ സംഗതിയാക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞാൻ ഇവിടെ വന്ന് ഇരുന്ന് ഈ കാര്യം നിർവഹിക്കാൻ വേണ്ടി അവസരം ഒരുക്കി തന്ന ബ്രദർ പ്രദീപിനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കണമേ. ഈ സാങ്കേതിക വിദ്യ ഒരുക്കി തന്ന ബ്ലസ്സിനെ ദൈവം അനുഗ്രഹിക്കണമേ. അങ്ങനെ എല്ലാവരെയും ദൈവം ധാരാളമായി സഹായിച്ച് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ പിതാവേ കേൾക്കണമേ. ആമേൻ. ആമേൻ. ഓക്കെ, താങ്ക് യു സാറേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.